രക്ഷാകേന്ദ്രവും നീയല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ തൗഹീദാ പറയുന്നത്. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച റസൂലിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇതൊക്കെ കടക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ആയത്തുൽ കുർസി ഓതണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്തുൽ കുർസി ഓതണം. പിന്നെ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ ഊതുക. ഊതിയിട്ട് 3 സൂറത്ത് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓതിയിട്ട് ആദ്യം മുഖം തടവുക, പിന്നെ തല തടവുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടത് കൈ കൊണ്ട് വലത് കൈ, വലത് കൈ കൊണ്ട് ഇടത് കൈ, പിന്നെ കയ്യെത്താവുന്നിടത്തൊക്കെ തടവുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഒന്നും എടുത്തിട്ടാ കിടക്കേണ്ടത്. തവല്ല ഉദുവകലിസ്സലാ, നിസ്കാരത്തിന് ഒന്നും എടുക്കുന്നവർ ഒന്നും കൊടുക്കണം. എന്താ പറഞ്ഞത്? ഇപ്പൊ നിസ്കരിക്കാമല്ലോ, ഒന്നൊന്നല്ല, ഇതൊന്നിങ്ങനെ ഇങ്ങനെ അത് പോരാൻ മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ ഒന്നും എടുക്കുമ്പോ എങ്ങനെ ആ കൃത്യമായിട്ട് ചേരേണ്ട ഭാഗത്തൊക്കെ വെള്ളം ചേർന്ന് ഞാൻ ഒന്നും വെച്ചെടുത്തു ചെയ്തിട്ട് അതെ അങ്ങനെ കിടക്കാൻ പോണേ നമ്മള്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പല ആളുകളും പറയും ഞാൻ എല്ലാ ദ്വയം ചെയ്തിട്ട് കിടക്കും, എന്നാലും ശൈത്താന്റെ ദുസ്വപ്നം കാണുന്ന മൗലവി എന്താ ചെയ്യാൻ? എനിക്ക് തോന്നിയ മറുപടി, ഈ ദ്വാ പറഞ്ഞിടത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കഴിയുമെങ്കിൽ ഇതായിരിക്കണം നിന്റെ അവസാനത്തെ വാക്ക്. നമ്മളിതൊക്കെ പറയും. പിന്നെ എല്ലാ നാട്ടുവർത്താനവും ലോകവർത്താനവും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അല്ല ഒന്നും നിരോധിച്ചിട്ടില്ല വർത്താനത്തിന് എല്ലാം പറയും. എന്നിട്ട് അങ്ങനെ ഉറങ്ങുകയും ചെയ്യും. അപ്പൊ ആ ദ്വാന്റെ ആ പ്രതിരോധം പോയി, ദ്വാ കൊണ്ട് കിട്ടുന്ന സംരക്ഷണം പോയി. എല്ലാ ഭർത്താനവും കഴിഞ്ഞിട്ടാ എന്നാ ഇനി നമ്മള് ദ്വാ ചെയ്ത് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ദ്വാ എന്ന് പുതുക്കിയിട്ട് ഉറങ്ങണം. അത് അവസാനത്തെ വാക്കായ ഗ്യാരണ്ടിയാണ്. എന്ത് ചെയ്യൂല, നമ്മൾ ദുസ്വപ്നം കാണൂല. പിന്നെ കാണുകയാണെങ്കിൽ എങ്ങനെ അറിയോ? ഇടക്ക് ഉണരും. ഉണർന്നാ അത് പോയി, ഉണർന്നാ അത് ആ കെട്ട് അഴിഞ്ഞു പോയി. പിന്നെ വേറെ ചെല്ലണം. ഉണർന്നാ അപ്പ പറയണം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമ്മളെ ആളുകൾ വിചാരം രാവിലെ എണീക്കുമ്പോ പറഞ്ഞാൽ മദീന. ഹദീസിലുള്ളത് ഇസ്തിഗ്ഫാറ മിനൻ നൗമി, ഉറക്കത്തുനിന്ന് എപ്പോ ഉണർന്നാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, എന്നെ വീണ്ടും ജീവിപ്പിച്ച അല്ലാഹുവിന്റെ സർവസ്തുതിയും ബഅദ മാ അമാതനാ, അവൻ നമ്മളെ മരിപ്പിച്ച ശേഷം. അപ്പൊ ഉറക്കമാകുന്ന മരണത്തിന് ശേഷം എനിക്ക് വീണ്ടും ജീവൻ നൽകിയ അല്ലാഹുവിന്. അപ്പൊ ഇടക്ക് ഉണർന്നാൽ അത് പറയണം, വീണ്ടും ഈ പ്രാർത്ഥന ആവർത്തിക്കണം. ഇങ്ങനെ ചെയ്തവർക്ക് ദുസ്വപ്നം ഉണ്ടാവില്ല. പക്ഷെ ശൈത്താണ്ടല്ലോ, ശൈത്താൻ 24 മണിക്കൂർ നമ്മളെ പിന്തുടരുക. ഭാര്യയെ സമീപിക്കുമ്പോ വരെ നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ശൈത്താനെ ഞങ്ങളിൽ നകറ്റണേ, ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന സന്താനത്തിൽ നിന്നും ശൈത്താനകറ്റണേ, പിശാചിനകറ്റണേ. മനുഷ്യന്റെ എല്ലാ ഘട്ടങ്ങളിലും അവനെ പിന്തുടർന്ന് വഴിപഴപ്പിക്കാൻ ബദ്ധശ്രദ്ധനാണ് പിശാച്. ആ ഓർമ്മ നമുക്കുണ്ടാകണം. ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ഇടത് ഭാഗത്തേക്ക് അല്പം തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് 3 തുപ്പാർ, കാരി കുറച്ച് തുപ്പാനുള്ള അർത്ഥത്തിലല്ല. അത് എന്താ? പിശാചിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ഏത് ഭാഗത്തേക്ക് അതുവരെ കടന്നിരുന്നത് ആ സൈഡ് മാറിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു കിടക്കണം. കഴിയുമെങ്കിൽ എണീറ്റ് ഒന്നു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കിടക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. അപ്പൊ നമ്മുടെ ദീനീ ജീവിതം എത്രമാത്രം അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒരു സന്ദർഭത്തിലും നമുക്ക് പോകാൻ പാടില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി അല്ലണമെന്ന് ഞാൻ പലപ്പോഴും മറക്കലുണ്ട്. ചെല്ലാത്തൊരു ശൈത്താനാണ് നിസ്കാരം. അപ്പൊ നമ്മൾ വിചാരിക്കും ആദ്യം മറന്നാ പിന്നെന്താ ഉള്ളത്? അവസാനത്തിൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. അപ്പോഴും മറന്നാലോ ഒരു രക്ഷയില്ല. നിസ്കാരത്തിന് മറന്നാൽ സൗബിന്റെ സുജൂദിയാണ്, സൗബിന്റെ സുജൂദും മറന്നാലോ എന്ന് ചോദിച്ചത് മാതിരി അങ്ങനെ മറതി എന്നുള്ളത്, നല്ല കാര്യങ്ങൾ മറപ്പിക്കുന്നത് പിശാചിന്റെ സ്വഭാവമാണ്. പിശാചാണ് നമുക്ക് നല്ല കാര്യങ്ങൾ മറപ്പിക്കുന്നത്. പിശാചിന്റെ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഭക്ഷണം കൊണ്ടെന്ന് വെച്ചാല് ഭക്ഷണം ഇങ്ങനെ എല്ലാം കൊണ്ടെന്ന് വെച്ചു, 2 ആള് കയ്യേക്ക് വരാണ്ട്, ഒരാളുടെ വരാണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊതി അല്ലേ? നമ്മളെ അച്ചാറിന് തൊട്ട് ഒന്ന് നാമെടുക്കും, പപ്പടം ഒന്ന് പൊട്ടിച്ച് അതൊന്നെടുക്കും, ആ പയറിന്റെ അണി ഒന്നെടുക്കും. അപ്പൊ ബിസ്മി മറന്ന്, അപ്പൊ ഇതിന് ബിസ്മി മറന്ന്. അതാണ്. അതുകൊണ്ട് ആദ്യം എടുക്കുമ്പോ സൂക്ഷിക്കണം. ആദ്യം തൊടുകയാണോ അച്ചാർ തൊടുകയാണോ അപ്പൊ ബിസ്മി പറയണം. ആ ബിസ്മി മറക്കാൻ വേണ്ടി ആ പിശാചി നമ്മളെ കൊണ്ട് തൊടിയിക്കണത്. നമ്മൾ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിച്ചാൽ പിശാചിന് സന്തോഷായി. ബിസ്മി പറയാത്ത ഭക്ഷണം പിശാചി ഹലാലായി കാണുന്നു എന്നാണ്. അപ്പോ മറപ്പിക്കണം. അത് മനസ്സിലായില്ലേ? അതുപോലെ വീട്ടിൽ കയറുമ്പോഴുള്ള എത്ര ഓർത്താലും മറക്കാം. അവസാനം ഭാവിന് എഴുതി ഒട്ടിച്ചിക്കുക. എന്തിനാ? മറന്നു നോക്കാൻ വേണ്ടി.
എന്താ? നമ്മൾ വീട്ടിൽ കയറുമ്പോഴുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖർജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ. പടച്ചവനെ, നല്ല പ്രവേശന സ്ഥാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നല്ല പുറപ്പെടുന്ന സ്ഥാനവും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നല്ല ബഹിർഗമന സ്ഥാനവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി. പിന്നെ പറയുന്നെന്താ? ബിസ്മില്ലാഹി വലജ്നാ. നമ്മളെ വീട്ടിൽ കയറാ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ പ്രവേശിച്ചിരിക്കുന്നു, ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വബിസ്മില്ലാഹി ഖറജ്നാ, അള്ളാഹിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യുന്നു. വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ, ഞങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ ശൈത്താൻ കൂടെ ഉണ്ടല്ലോ, ഓരോ മനുഷ്യന്റെ കൂടി ഓരോ ശൈത്താനുണ്ട്. നമ്മൾ മനസ്സിലാക്കണത്, നമ്മളെ തെറ്റിന് പ്രേരിപ്പിക്കുവാൻ എപ്പോഴും ജാഗ്രതയോടെ ശൈത്താനുണ്ട്. അപ്പോൾ നമ്മളെ വേറെ എന്തെങ്കിലും ചിന്തിപ്പിക്കും. നമ്മളൊക്കെ മറന്നു പോണ വിഷയമാണ്. വീട്ടിൽ കയറി കുറച്ചെന്റെ പടച്ചനങ്ങൾ ദ്വാ ചെയ്തല്ലോ, നമ്മൾ ദ്വാ മറന്ന ദ്വാ ചെയ്തുകൊണ്ട് വിസ്മയം ചൊല്ലി കയറിയാൽ ഒരു പിശാച് മറ്റേ പിശാച് എന്ന് പറയും, ലാ മബീതലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇവിടെ പാർക്കാനും സൗകര്യം കിട്ടൂല, നിങ്ങൾക്ക് ഭക്ഷണവും കിട്ടൂല, ഇവിടുന്ന് ഒക്കെ വിട്ടോളി എന്ന് പറയും. നേരെ മറിച്ച് ചൊല്ലിയില്ലെങ്കിലോ, ഇന്ന് നമ്മക്ക് ഇവിടെ നല്ല സീറ്റായി. നമ്മൾ ദ്വാ മറന്നാട് കയറിയാ ഇവനൊന്ന് നമ്മക്ക് പാട്ടിലാക്കാ എന്ന് പറയും പിശാചെന്ന് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊന്നും നമ്മളെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ റസൂല് പറഞ്ഞു, പണ്ടത്തെ കാരണന്മാരൊക്കെ മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തു വിടുന്നാറ്. റസൂല് പറഞ്ഞ ബുഖാരിയിലുള്ള ഹദീസാ. അതൊക്കെ കാരണന്മാരെ പഴഞ്ചൊല്ലാന്ന് വിചാരിക്കണ്ട നിങ്ങള്. ഇദാ അഖ്ബലൽ ലൈലു മിൻ ഹാഹുനാ വഅദ്ബറൻ നഹാറു മിൻ ഹാഹുനാ ഫകുഫൂ സിബിയാനകും ഫഇന്ന ശൈത്താന തന്തശിർ. കണ്ടോ, രാത്രി ഇങ്ങനെ മുന്നിട്ട് വരികയും പകലിങ്ങനെ പിന്നിട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ തടഞ്ഞു വെക്കണം, പുറത്തുവിടരുത്. കാരണം പിശാച് വ്യാപിക്കുന്ന സമയമാണപ്പോൾ. അപ്പൊ ആ സമയത്ത് കുട്ടികളെ നിങ്ങൾ അലസമായി പുറത്തുവിടാൻ പാടില്ല. അതുപോലെ രാത്രി ഇശാസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലി നിങ്ങൾ വാതിലടക്കണം. ഭക്ഷണപാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. മൂടി വെക്കാൻ ഒന്നും കിട്ടിയില്ല, ഒരു കോലെങ്കിലും അതിന്റെ മേലെ ബിസ്മി ചൊല്ലി വെക്കണം നിങ്ങൾ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ബിസ്മി ചൊല്ലി വാതിലടക്കണം, പാത്രമക്കളെ ലൈറ്റ് കെടുത്തണം, അല്ലെ, തീ ഉണ്ടെങ്കിൽ തീ കെടുത്തിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കിടക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മുടെ ഭൗതിക ജീവിതത്തിനും അതേസമയം പാരത്രിക ജീവിതത്തിനും ആവശ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ ഇതാ വന്നിരിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള ദൂതനാണ്. നിങ്ങളെ വേദനകളും വിഷമങ്ങളും അറിയുന്ന, നിങ്ങളെപ്പോലെ വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയുമുള്ള മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിതാ നിങ്ങൾക്ക് ദൂതനായി വന്നിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്, അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അപ്പൊ മുസ്ലിം സമുദായത്തെ വിഷമിപ്പിക്കണമെന്ന് അള്ളാഹിന്റെ റസൂൽ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ എന്തോ ഒരു ഇടങ്ങേറായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ. ഇടങ്ങേറാന്ന് വിചാരിച്ച ഇടങ്ങേറ് തന്നെ, ഇടങ്ങേറില്ലാന്ന് വിചാരിച്ച ഇടങ്ങേറില്ലേനു, അല്ലേ? മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ആരെങ്കിലും അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, ആരെ അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്ക? സന്മാർഗത്തിലാകണമെന്ന് പൂരിയുള്ളവനെ വെച്ചിട്ടുള്ള പരിപാടി അള്ളാഹില്ല. സന്മാർഗത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഇസ്ലാം അവന്റെ ഹൃദയത്തിന് എളുപ്പമായിരിക്കും. എങ്ങനെയാ സുബൈക്ക് നീക്കുക, എങ്ങനെയാ പകലഞ്ചോളം നോൻപോൽക്കുക, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇസ്ലാമിന് അവർക്ക് എളുപ്പമായി തോന്നും. വമൻ യുരിദു അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ്സമാ. ആകാശത്തിലേക്ക് നമ്മളൊന്ന് കയറിപ്പോകുമ്പോൾ കുറെ മേലോട്ട് എന്നാ പിന്നെ വായു വേണ്ടതുപോലെ കിട്ടായിട്ട് നമ്മളെ ഹൃദയത്തിന് എടുക്കാൻ പറ്റുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ 1400 കൊല്ലം റസൂൽ പറയാണ്, ഉപരിലോകത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ അള്ളാഹു വഴിവഴപ്പിക്കാൻ ഉദ്ദേശിച്ചവന് അവന്റെ ഹൃദയത്തെ അള്ളാഹു കുടുസാക്കി തീർക്കും. ലയ്യിഖൻ ഹറജ. അപ്പൊ അതാണ് അള്ളാഹു ഇസ്ലാം നമുക്ക് എളുപ്പമായി തോന്നുന്ന യഥാർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് എളുപ്പമായി അനുഭവപ്പെടും. എങ്ങനെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തോന്നരുത്. അള്ളാഹിന്റെ റസൂൽ നമ്മളെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് നമ്മൾ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. എന്റെ സമുദായം വിഷമിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അസീസുൻ അലൈഹി മാ അനിത്തും,
നിങ്ങൾക്കറിയോ, ദാഹം ദാഹം എന്ന് പറഞ്ഞിട്ട് പരലോകത്ത് ഉമ്മത്ത് ഈ സമുദായം ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ ഹൗദുൽ കൗസർ എന്ന പ്രത്യേക പാനീയം റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അത് കുടിച്ചാൽ പിന്നെ ദാഹമില്ല എന്നാണ്, ഒരിക്കലും ദാഹിക്കൂല. അപ്പൊ അത് കുടിക്കാൻ നബി ഇങ്ങനെ എല്ലാരെയും വിളിക്കുക. ഒരു കൂട്ടർക്ക് അങ്ങനെ എത്താൻ കഴിയാതെ തടഞ്ഞു നിൽക്കുമ്പോ അള്ളാന്റെ റസൂൽ അള്ളഹാനോട് പരാതി പറയാ, പടച്ചോനെ അവരെന്റെ ഉമ്മത്താണ്, അവരിങ്ങോട്ട് വിട്ടേക്കണം എന്ന്. അപ്പൊ അള്ളാഹ് പറയാണ്, നിനക്കു ശേഷം ഈ ദീനിൽ അവർ പലതും പുതിയതുണ്ടാക്കിയിട്ടുണ്ട്, അത് മാറ്റിമറിച്ചിട്ടുണ്ട് ദീനിനെ, അത് നിനക്കറിയില്ല. അപ്പ നബി പറയാണ്, വിദൂരം വിദൂരം, അകന്നു പോകട്ടെ, അവർ വിദൂരം പോകട്ടെ. അപ്പൊ മുഹമ്മദ് നബിക്ക് ഉമ്മത്തിന് പരലോകത്ത് വെച്ചും ദുനിയാവിൽ വെച്ചൊക്കെ നമ്മളെ സംബന്ധിച്ച് നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യനാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അദ്ദേഹം വളരെ കാരുണ്യമുള്ളവരും കൃപാലുവുമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അള്ളാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയത്തിൽ പോലും അള്ളാന്റെ റസൂലിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരിക്കൽ ഒരു ജൂതൻ സൽമാൻ ഫാരിസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കളിയാക്കി, എത്താങ്ങളെ റസൂലുള്ളാന്റെ സ്വഭാവം അല്ലേ, മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ പറഞ്ഞ താങ്കളെ നബിന്റെ കോലം എന്നല്ലേ, എന്താ കക്കൂസ് പോണ മര്യാദയും കൂടി പഠിപ്പിക്കുകയാണത്രേ. അതെ, ഞങ്ങളെ റസൂല് ഞങ്ങളെ മലവിസർജനത്തിന്റെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. തുറസ്സായ സ്ഥലത്ത് മലവിസർജനം ചെയ്യുകയാണെങ്കിൽ ആളുകളെ ദൃഷ്ടി നിങ്ങൾ അകന്നു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുറസ്സായ സ്ഥലത്ത് മലവിസർജനം ചെയ്യുമ്പോ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മര്യാദ വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി, ബാഇനുൽ അമ്മാട്ടോ, ഖുബൂസാൻ, ഖുബൂസല്ല, സുക്കൂനല്ല. ഞാൻ പിന്നെ പറയുന്നുണ്ട്, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ രക്ഷ തേടുന്നു എന്ന് പറയണം. പുറത്തു വരുമ്പോ ഗുഫ്രാനക എന്ന് പറയണം. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ നിസാര സംഗതിയല്ല, അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. വിസർജന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ വിസർജന സ്ഥലത്ത് പിശാച് ഹാജരാകും. അതുകൊണ്ട് ആ പിശാചിന്റെ രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പക്ഷെ നമ്മളെ ചില ആളുകൾക്ക് പിശാചിൽ ആടും പെണ്ണുണ്ട് എന്ന് എപ്പോഴും മനസ്സിലായിട്ടില്ല. വലിയ വലിയ സുല്ലമിമാർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അപ്പൊ സാധാരണക്കാരെ കാര്യം പറയണം. അപ്പൊ എന്താക്കി, ഈ ഹുബുസിനി ഖബായിസിനി കൊതുവാക്കി. ആൺകൊതുവിൽ നിന്നും പെൺകൊതുവിൽ നിന്നും ഞാൻ അള്ളാഹിന്റെ രക്ഷ ചോദിക്കുന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂലിന് ഈ കൊതുവിന്റെ അറബിയൊന്നും അറിയില്ലേ? കൊതുക് എന്നുള്ളതിന് അള്ളാഹ് ആൺകൊതുവിന് പെൺകൊതുവിന്റെ അറബി അള്ളാഹിന്റെ റസൂലിന് തിരിയായിട്ടാ ആലങ്കാരിക അർത്ഥത്തിൽ പറഞ്ഞാണ്. ഒക്കെ ആലങ്കാരിക. യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കാൻ നിവൃത്തിയില്ലാത്തർത്ഥത്തെ ആലങ്കാരിക അർത്ഥം ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഉസൂലിന്റെ നിയമ, ഭാഷാ നിയമമാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂദത്തൻ, ഖുർആനിലും കൂടി ഉള്ളതാ കൊതു എന്നുള്ള വാക്ക് അല്ലേ. അപ്പൊ ആൺകൊതുവും പെൺകൊതുവും ഉദ്ദേശം എന്തൊരു കഷ്ടം. പിശാച് ആ ഹദീസിന്റെ തുടക്കം തന്നെ എന്താ അറിയോ, ഇന്ന ഹാദിയൽ ഹുസൂസ ഹാദിറത്തുന്ന മഹദൂറത്തുന്ന എന്താണ്, നിങ്ങളുടെ ഈ വിസർജന സ്ഥലങ്ങൾ അവിടെ പിശാച് ഹാജരാവുന്ന അതിന്റെ തുടക്കം. അതുകൊണ്ട് നിങ്ങൾ ഖലായിൽ പ്രവേശിക്കുമ്പോ അല്ലാഹു മിന്നൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറയണമെന്നാണ്. അപ്പൊ പിശാചിന് ആണും പെണ്ണുണ്ട് എന്ന് മനസ്സിലാകാത്തോണ്ട് പിശാചിനെ കൊതുവാക്കി. അതുപോലെ രാവിലെ നിങ്ങൾ എണീറ്റിട്ട് നിങ്ങൾ ഒന്നും എടുക്കുമ്പോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. കാരണം ഫൈന ശൈത്താന യബീതു അലാ ഹൈശൂമിഹി, അവന്റെ നാസാരന്ധ്രങ്ങളിലാണ് പിശാച് രാത്രി കഴിച്ചു കൂട്ടിയത്. മൂക്കിന്റെ ഓട്ടയിലാണ് ശൈത്താൻ കഴിച്ചു കൂട്ടിയത്. അപ്പൊ അത് മൂക്കിന്റെ ഓട്ടയിൽ ശൈത്താൻ കുത്തിരിക്കുക, മൂപ്പർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ എന്താക്കി, ഇവിടെ പൊടിപടലങ്ങളും മന്ദരിയുമാവുന്ന ഉദ്ദേശം. സുല്ലമിയുടെ ബുഖാരി പരിഭാഷ അങ്ങനെയുണ്ട്. അപ്പൊ പൊടിപടലത്തിനും മണ്ടരിക്കൊന്നുള്ള അറബി അള്ളാന്റെ റസൂലിന് കിട്ടൂല. അള്ളാന്റെ റസൂലിന്റെ കാലത്തൊക്കെ മണൽത്തരിക്ക് ശൈത്താനാണ് ഉപയോഗിച്ചത്. അതിന് യബീത്തു എന്ന് പറയല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ രൂപത്തിൽ പിശാച് നിഷേധിക്കുക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാത്രി ഇരുൾ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വാതിൽ ബിസ്മി ചൊല്ലി അടക്കണം. ബിസ്മി ചൊല്ലി അടച്ച വാതില് ശൈത്താൻ തുറക്കുകയില്ല. അത് ബിസ്മില്ലാന്റെ ബർക്കത്താ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ബർക്കത്താ. ചെയ്യാൻ പറയാണ് ഇവിടെ ഉദ്ദേശം വാതിൽ അടച്ചാലും അതുപോലെ മാത്രം മൂടി വെച്ചാലും വരാത്ത പിശാചാണ്. പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന അദൃശ്യ ശക്തിയാണെന്ന് നബി എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന് വാതിൽ അടച്ചിട്ട് കാര്യമല്ല. അപ്പൊ നബിനെ പഠിപ്പിക്കുക, നബിയെ എങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. പിശാച് രക്തത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് വാതിലടച്ചിട്ടൊന്നും പിശാച് വരാണ്ടക്കൂല, അതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങോട്ട് കയറും. അതുകൊണ്ട് നബിക്ക് പറയാൻ അറിഞ്ഞുവിടാം. അപ്പൊ പട്ടി നായൊക്കെ ഉദ്ദേശം അപ്പൊ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്.
നോക്കണങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളെ തന്നിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു പുത്തൻ പ്രവണത നമ്മുടെ ആളുകൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇപ്പൊ ഈ നെര്യാണിക്ക് താഴെ തുണിയും പാന്റും ഒക്കെ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞ അപ്പൊ നമ്മളെ ആളുകൾ പറയും, അത് മൗലവി അഹങ്കാരമില്ലാത്തവർക്ക് തുണി താച്ചിരുന്നതിന് കുഴപ്പമില്ലല്ലോ. അഹങ്കാരത്തോടു കൂടി വസ്ത്രം നിലത്തിഴക്കുന്നത് പാടില്ല എന്നല്ലേ? എന്റെ പേര് നിലത്തേക്ക് തട്ടിയില്ല, അങ്ങനല്ലേ ഉള്ളൂ. ഞാൻ നിലത്തെ ഇഴക്കണമൊന്നുമില്ലല്ലോ. പിന്നെ എനിക്കാച്ച ഒരഹങ്കാരം ഇല്ല. ആരാ സുഹൃത്തുക്കളെ അഹങ്കാരം ഉണ്ടെന്ന് സമ്മതിക്കുക? ഏറ്റവും വലിയ മുത്തക്കബീർ, ഫിറോവിന്റെ വായത്തെ മുത്തക്കബീറിന് വിചാരം എന്താ? ഓൻ വളരെ വിനയുള്ളവനാണ്. അത് ഞമ്മക്കല്ലേ തിരിയുള്ളൂ അല്ലേ? അഹങ്കാരം ഉണ്ടോ അല്ലേ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. സുഹൃത്തി, അങ്ങനെ ഒരു ഹദീസ് തന്നെയല്ല. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയാ? അബൂബക്കർ സിദ്ദീഖ് നബി പറഞ്ഞില്ലേ? അതായത് കൊസറൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ശൈത്താൻ പറഞ്ഞു കൊടുക്കണമൊക്കെ. അബൂബക്കർ സിദ്ദീഖിന് പറഞ്ഞു കൊടുത്തെന്താ? നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിന്റെ ഹദീസ് കേൾക്കുകയാണ്. മൻ ജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ആരെങ്കിലും അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചഴക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ നോക്കുന്നതേ അല്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹ് നോക്കൂലാൻ. പടച്ചൊരു കടാക്ഷം കൂടി ഉണ്ടാവൂല. പടച്ചോനെ, അബൂബക്കർ സിദ്ദീഖിന് ബേജാറ് വന്നു. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഇദാരി യസ്തർഖി ഇല്ലാ അൻ അതഅഹദഹു. ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ എന്റെ തുണിയും ചിലപ്പോൾ താഴെ കൂർന്നു പോകാറുണ്ട്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലസ്ത മിമ്മൻ യഫ്അലുഹു ഖുയലാ. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കറെ, താങ്കളത് അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന ആളല്ലല്ലോ. ഇതിന്നിപ്പോ നമ്മളെ ആളുകളെ വ്യാഖ്യാനം എന്താണ്? അഹങ്കാരം ഇല്ലാത്തവർക്ക് വസ്ത്രം താത്തിരുന്നതിന് കുഴപ്പമില്ല. സാധാരണക്കാരന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. വലിയ വയലന്മാര്, വലിയ നേതാക്കന്മാര് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അഹങ്കാരം ഇല്ലാത്തവർക്ക് താത്തിയതാണ്. എന്താ മൂപ്പര തുണികൾക്കൊക്കെ താന്നു പോലുണ്ട്. അപ്പൊ അത് തന്നെ ന്യായീകരിക്കുകയാണ്. സുഹൃത്തെ, അബൂബക്കർ സിദ്ദീഖ് സാധാരണ വസ്ത്രം കയറ്റി കൊടുക്കുന്ന ആളാണ്. അത് ഈ ഹദീസിന്റെ വ്യക്താണ്. ഞാൻ അറിയാതെ ചിലപ്പോ താന്നു പോലുണ്ട് എന്നാ. റമളാൻ മാസത്തിലൊക്കെ അല്ലേ ബെൽറ്റിന്റെ എല്ലാ തൊളയും ഏറ്റവും അടിയത്തെ തൊളട്ടാലും ചിലപ്പോൾ തൊടുവും. കാരണം എന്താ? പള്ളിയിലൊന്നും ഇല്ലായിട്ട്. അപ്പൊ ഏത് കയറ്റി കൊടുക്കണമെന്ന് ചിലപ്പോ അറിയാതെ താന്നു പോകും. അതിന് കുറ്റല്ലാന്നാ പറഞ്ഞത്. അല്ലാതെ കരുതി കൂട്ടി തുണി നിലത്തിക്കുക എന്നിട്ട് ചോദിച്ചാൽ പറയാ എനിക്ക് അഹങ്കാരം തന്നെ, ഞാൻ വളരെ വിനയുള്ള ആളല്ലേ. കരുതി കൂട്ടി പാന്റ് നീളം വെപ്പിക്കുക എന്നിട്ട് എനിക്ക് അഹങ്കാരമില്ല. അഹങ്കാരം ഇല്ലെങ്കിൽ അതിന്റെ കുറ്റം ഒഴിവായിരുന്നുള്ളൂ. തുണി താത്തിട്ട് കുറ്റം ഉണ്ടാവും. മാത്രല്ല, അത് ഞമ്മക്കൊരു റിഡക്ഷൻ അല്ലേ മൗലവി? എടോ, റിഡക്ഷൻ എവിടെയാ നിങ്ങള്? ഈ കണങ്കാലിന്റെ മധ്യത്തിൽ ആ തുണിന്റെ അതിർത്തി, അവിടെ മുതൽ നെര്യാണി വരെ റിഡക്ഷൻ, എക്സംഷൻ. മനസ്സിലായില്ലേ? നിയമം പറഞ്ഞാലേ എക്സംഷൻ മനസ്സിലാവുള്ളൂ. ഇസ്റത്തുൽ മുഅ്മിനിൽ അൻസാഫി സാഖൈഹി. മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്. അവിടെ അതിർത്തി, അതാ നിയമം. പിന്നെ പറയാണ് ലാ ഹറജ ബൈനഹു വബൈനൽ കഅബൈൻ. അവിടെ നിന്നിട്ട് നെര്യാണി വരെ കുഴപ്പമില്ല. നെര്യാണിന്റെ താഴെ പോയാലോ? നെര്യാണിന്റെ താഴെ പോയാൽ മാ അസ്ഫലൽ കഅബൈനി ഫഹുവ ഫിന്നാർ. നെര്യാണിക്ക് താഴെയുള്ളത് 1 ഇഞ്ചാകട്ടെ 1 ഇഞ്ചാകട്ടെ അത് നരകത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ തീർത്ത് പഠിപ്പിക്കാണ്. അപ്പൊ ചില സുന്നമികൾക്ക് ഒരു കുരുട്ട് ചോദ്യം, സ്വർഗം പറഞ്ഞാപ്പി 1 ഇഞ്ചും 1/2 ഇഞ്ചും ഒക്കെ ആണോ? പറയേണ്ടതൊന്ന് കൂടെ ഇഞ്ഞ് പോയി കുറച്ചും കൂടി നിന്ന് പോകാണ്ടെന്ന് മാത്രം. ആ പോയാലെ വാദങ്ങളാതൊക്കെ. എന്ത് 1/2 ഇഞ്ചും 1/2 ഇഞ്ചും ഒക്കെ ഇപ്പൊ സ്വർഗം? അത് അള്ളാന്റെ റസൂലിന് ക്ലാസ് എടുത്ത് കൊടുക്ക. അങ്ങനെയല്ല നബിയെ പറയേണ്ടത്. 1/2 ഇഞ്ചിനും 1 ഇഞ്ചിനും ഒക്കെ ചിലപ്പോ സ്വർഗം പോയി വരും. അള്ളാന്റെ റസൂൽ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്. മാത്രല്ല, അള്ളാന്റെ റസൂൽ തുണി കണ്ടാ കയറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? വിനയത്തിന്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുത്തബിഉസ്സുന്ന എന്ന് ചരിത്രത്തിൽ പുകൾപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തുകൂടെ കടന്നുപോയി. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. മറർത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഇസാരി ഇസ്തിർഖാഉൻ. തുണി അല്പം താഴ്ന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റസൂലിന്റെ അടുത്ത്, ഞാൻ റസൂലിന്റെ അടുത്തൂടി കടന്നു പോകുമ്പോ ഫഖാൽ, അപ്പൊ നബി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇർഫ ഇസാറക്. അബ്ദുല്ലാ, തുണി കയറ്റി കൊടുക്ക്. അപ്പൊ നബി പറഞ്ഞപ്പോ ഫറഫഅതുഹു, ഞാൻ കയറ്റി കൊടുത്തു. സുമ്മക്കാല, വീണ്ടും നബി പറഞ്ഞു ജിദ്, ഒന്നുകൂടി കയറ്റി കൊടുക്ക്. ഫജിദ്തു, അപ്പൊ ഒന്നുകൂടി കയറ്റി കൊടുത്തു. ഫമാജിൽതു അതഹറാഹ ബഅദു. ആ കയറ്റി കൊടുത്ത അതിർത്തിയാണ് പിന്നെ ഞാൻ എപ്പോഴും തെരഞ്ഞെടുക്കാറുള്ളത്. ഫഖാല ബഅദുൽ ഖൗം, അപ്പൊ കേട്ട് നിൽക്കുന്ന ചില ആളുകൾ ചോദിച്ചു, എത്ര അത് കയറ്റണ്ട്? ഇലാ അയിന, എത്രയാ കയറ്റണ്ട്? ഫഖാല ഇലാ അൻസാഫി സാഖൈൻ, കണങ്കാലിന്റെ മധ്യത്തിലേക്ക്. റവാഹു മുസ്ലിം.
അല്ലേ? നമ്മൾ പാൻറ് ഇട്ട് ഇറങ്ങുമ്പോ തുണി എടുത്തോ പെണ്ണുങ്ങൾ പറയാം ഞങ്ങളെ പാന്റിന്റെ കോലം ഒരു മുന്തിയാലം പാന്റ്, ഞങ്ങളെ തുണി ഒന്നും കൂടി എന്താണ് സാധ്യക്കാണ് നിങ്ങൾ ഒരു ചേരുമില്ല അല്ലേ? നിങ്ങൾ താടി വെച്ചിട്ട് ഒരു ചേരുമില്ല ഒന്നും പഠിച്ചു വെക്കാണി. ഓളെ തലാക്കിയല്ല നിങ്ങൾ ആ ജാതികളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഓല് നമ്മളെ നരകത്തിക്കാ കൊണ്ടോണത്, സ്വർഗത്തിക്കല്ല ഓള് കൊണ്ടോണത്. ഓള് കൊണ്ടോണത് നരകത്തിക്കാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ നെരിയാന്റെ താഴെടുക്കാൻ പാടില്ല, ആളുകളെ കോലവും കോലക്കൊടും എന്നല്ല. അപ്പോ വളരെ വിനയമുള്ള ഇബ്നു ഉമറിനോട് അള്ളാന്റെ റസൂൽ കയറ്റിയെടുക്കാൻ പറയാണ്. അഹങ്കാരമില്ലാത്തവർക്ക് താഴ്ത്തിയിടാമെങ്കിൽ ആ റിഡക്ഷൻ ആദ്യം കൊടുക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉമറിനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഹങ്കാരമില്ലാതെ അള്ളാന്റെ റസൂലിന് ശരിക്കറിയാം, വിനയത്തിന്റെ നിറകുടമാണ് അദ്ദേഹം. സാരില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലേ, അഹങ്കാരം തരിപ്പില്ലാത്ത ആളെ, അതിപ്പോ കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ലാന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ചില പോയത്തക്കാർ നിസ്കരിക്കുമ്പോ മാത്രം മടക്കി വെക്കും, അത് കഴിഞ്ഞാൽ പിന്നെയും താത്തിട്ടില്ല. അതുപോലെ ഇപ്പൊ വാങ്ങണ പാന്റൊക്കെ അങ്ങനെയാണ്. എടോ, അത് അനക്കുണ്ടാക്കിയ പാന്റല്ല, അത് കാഫറിനുണ്ടാക്കിയ പാന്റാ, മൂമിനുണ്ടാക്കിയ പാന്റല്ല. മുഹമ്മദും പോക്കറ്റൊക്കെ കാഫറാവും എപ്പോ കുഫർ ചെയ്താല്. അത് കാഫറിനുണ്ടാക്കിയ രാമൻകുട്ടിക്കും രശ്മിക്കും എന്ന് വിചാരിക്കണ്ട, അബൂബക്കറിനും അഹമ്മദിനും തന്നെ ദീനില്ലാത്തവനുണ്ടാക്കിയാണത്. ദീനുള്ളവർക്ക് അവനവന്റെ പാന്റ് നിങ്ങളുണ്ടായാൽ കൊണ്ടുപോയി മുറിപ്പിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പല ആളുകൾക്കും ഒരു മടിയാണ്. അപ്പൊ നിസ്കാര സമയത്ത് മാത്രം കയറ്റി കൊടുത്താൽ പോരാ, അഹങ്കാരമില്ലെങ്കിൽ താഴ്ത്തിയിടാവുന്ന വ്യാഖ്യാനം സുഹൃത്തുക്കളെ അബദ്ധമാണ്. റസൂൽ താന്റെ ഹദീസിനെ അന്യതാ വ്യാഖ്യാനിക്കലാണ്. മാത്രമല്ല, തുണി താത്തി ഉടുത്താൽ തന്നെ അഹങ്കാരാണ്. അത് പഠിച്ചോളി. തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒരാൾക്ക് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. അതിന് വേറൊരു പോയിന്റ് ഉണ്ട്. ആദ്യമായിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോ ഈ തുണി എന്തിനാ പറയണേ? എപ്പ പ്രസംഗിച്ചാലുണ്ട് സാടിയും തുണി, അതൊക്കെ ശകാപരവും നിസാരവുമായ കാര്യല്ലേ? ജമാഅത്തേര് പറയല, ഓലർ തീരുമാനിക്കല ശകാപരം നിസാരം. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ഹദീസിൽ കാണാം, നബി ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, വർഫ ഇസാറക്, നീ നിന്റെ തുണി കയറ്റി കൊടുക്കണം, ഇലാ നിസ്ഫ കണങ്കാലിന്റെ മധ്യത്തിലേക്ക്. ഫൈൻ അബൈത ഫൈലൽ കഅബൈൻ, നീ വിസമ്മതിക്കുകയാണെങ്കിൽ, അതുവരെ കയറ്റി കൊടുക്കാൻ എനിക്ക് സമ്മതമില്ലെങ്കിൽ നെരിയാണി വരെ. വയ്യാക വഇസ്ബാലൽ ലിസാർ, അതിനേക്കാളേറെ തുണി താഴ്ത്തിയിടുന്നതിന് നീ സൂക്ഷിക്കണം. ഫൈന്നഹാ മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, ഡംബ് കാണിക്കുന്നതിന്, അഹങ്കാരം കാണിക്കുന്ന അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അവൻ നെരിയാണിക്ക് താഴെ പോയാൽ അത് അഹങ്കാരമാണ്. അഹങ്കാരമില്ല എന്നവൻ പറഞ്ഞിട്ട് കാര്യമല്ല, മുതോ തെയ്തൊട്ടിച്ചിട്ടും കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ബാർബർ ഷാപ്പിലെ കത്രിക ഒരിക്കൽ പോലും തൊട്ട് തടവിയിട്ടില്ലാത്ത താടിയും, പെണ്ണുങ്ങളുടെ മിനിസ്കറ്റ് പോലെ കയറി നിൽക്കുന്ന തുണിയും, കയ്യിൽ ഒരു അറാക്കും, സെലഫികളെ കളിയാക്കിയത്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരിഹസിക്കുന്നവൻ അവൻ ആരാകട്ടെ, അവൻ അള്ളാഹു വേണ്ടത് കൊടുക്കും, യാതൊരു സംശയമല്ല. അങ്ങനെ പരിഹസിക്കാണ്. തുണി കയറ്റി കൊടുത്തവനെ പരിഹസിക്കാണ്, പാന്റ് കയറ്റി കൊടുത്തവനെ പരിഹസിക്കാണ്. പാടില്ല സുഹൃത്തെ, പരിഹസിക്കാൻ പാടില്ല. റസൂൽ താന്റെ സുന്നത്താണത്. അതുപോലെ താടി വളർത്തുന്ന കാര്യം എന്തൊക്കെ ദുർന്യായങ്ങളാ പറയുന്ന നിങ്ങൾ. 25ഓളം ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണത്. എന്താ പറഞ്ഞത്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക. മുശ്രിക്കുകളോട്, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ എതിരാവുക. കാരണം അവർ വെക്കാറില്ല. വഹ്ഫിസ്സവാരിം, മീശ നിങ്ങൾ ചെറുതാക്കി വെട്ടിയെടുക്കുക. മറ്റൊരു റിവായത്തിൽ ഇൻഹകുസ്സവാരിബ, നഹക എന്ന് പറഞ്ഞാലും നല്ലോണം എടുക്കുക എന്നർത്ഥം. മീശ നിങ്ങൾ നല്ലവണ്ണം എടുക്കണം. വഹ്ഫുൽ ലിഹാ, താടി നിങ്ങൾ സമൃദ്ധമായി വളർത്തണം. 25ഓളം ഹദീസിൽ റസൂൽ ഇത് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇതിന് ദുർന്യായം പറ. എന്താ ദുർന്യായം എന്നറിയങ്ങള്? അത് മുശ്രിക്കീങ്ങളോട് അല്ലെങ്കിൽ അഗ്നിയാരാധകരോട് എതിരാകാനല്ലേ. അവരൊക്കെ ഇപ്പൊ താടി വളർത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുദൈവ വിശ്വാസികളിൽ 10% താടി വളർത്തുന്നുണ്ടോ? കുറച്ചാളുകൾ അന്നും വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊതുവെ അവർ വളർത്താറില്ല. ഇനി വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു അമുസ്ലിം താടി വളർത്തുകയാണെങ്കിൽ താടി മീശയും വളർത്തും അല്ലേ? സന്യാസിമാരെ കണ്ടിട്ടില്ല നിങ്ങള്? അച്ഛന്മാരെ കണ്ടിട്ടില്ല നിങ്ങൾ? വലിയച്ഛന്മാരെ, അവർ താടിയും വളർത്തും മീശയും വളർത്തും. നമ്മൾ മീശ വെട്ടിക്കൊണ്ടുള്ള താടി വളർത്തലാണ്, അത് വേറെ ആരും ചെയ്യുന്നില്ല. മുശ്രിക്കീങ്ങളോട് എതിരാകാനാ താടി വളർത്താൻ പറഞ്ഞത്. ഓരൊക്കെ ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞമ്മക്ക് ഇനി പഠിക്കാൻ തുടങ്ങാം. എന്തായി പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ എന്തെല്ലാം കാര്യത്തിൽ എതിരാകാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മളോട് എതിരാകാനല്ല പറഞ്ഞത്.
ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹം ചെയ്തവരെ മാർഗം, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹ് അവരുടെ മാർഗം. പിന്നെ പറഞ്ഞെന്താ അറിയോ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാ കോപത്തിന് പാത്രമായവർ? യഹൂദികൾ. അവരെ മാർഗമല്ല നമ്മുടെ മാർഗം. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ ഒന്നുകൂടി വിശദീകരിക്കാണ്. വലദ്ദാലീൻ, വഴിപിഴച്ചവരുടേതുമല്ലാത്ത മാർഗം. ആരാ വഴിപിഴച്ചവർ? നസാറാക്കൾ. അപ്പൊ യഹൂദി നസാറാക്കളുടെ സമ്പ്രദായങ്ങൾ പാടില്ല, അവരുടെ വിശ്വാസം പാടില്ല, മുശ്രിക്കുകളുടെ വിശ്വാസം പാടില്ല. നമ്മൾ അവരോട് എതിരാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. പക്ഷെ ഓരോരുത്തരെ കണ്ടാ നായര നമ്പൂരിയാൻ തോന്നും. കട്ട മീശയും ഒക്കെ ക്ലീൻ ആയിട്ട്, ചിലർ മീശയും കൂടി പഠിച്ചിട്ടുണ്ടാവും. ഏതാ അച്ചായം തോന്നും കണ്ടാല്, പറയാതെക്കാൻ കഴിയില്ലതൊന്നും. നിങ്ങൾക്ക് പ്രായമുള്ള പലരിന്റെ മുമ്പിൽ ഇരിക്കേണ്ട താടി പഠിച്ചോളെ മാറ്റണങ്ങള്. ചെറുപ്പക്കാരെ കണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയേണ്ടി വന്നിരിക്കുക. അപ്പോ ശരിക്കും അജ്ജന്തിനപ്പം തന്നെ താടിയത്തിന് ചില തള്ളാര് ചോദിക്കുന്നതാ, എനിക്ക് അതിനകത്ത് വയസ്സയിക്കണോ? ആരെങ്കിലും വയസ്സ് പഠിപ്പിച്ചെന്ന്? താടിന്റെ വയസ്സ് ഏത് കിതാബിലാണുള്ളത്? മുളക്കൽ തന്നെ അതിന്റെ വയസ്സ്. ഞാൻ 40 ചെയ്യണം 45 ചെയ്യണം, നബുവത്തിന്റെ പ്രായമൊന്നുമില്ല ഇതിന്. താടി മുളക്കലാ വളർത്തുന്ന പ്രായം. എന്റെ ബാപ്പ വളർത്തുന്നില്ലല്ലോ, ബാപ്പ നരകത്ത് കൂവച്ചിട്ട്. എന്റെ അമ്മ വളർത്തില്ല, എന്റെ എളാപ്പ വളർത്തുന്നില്ല, ഇജ്ജ് മാത്രം താടിക്കാരം. ഏത് ഇസ്ലാമാ പെണ്ണുങ്ങളെ നിങ്ങൾ പഠിച്ചത്? താടി മുളച്ചാ വളർത്തണ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അത് പഠിക്കണം എന്നല്ല. നിങ്ങൾ ചോദിച്ചു നോക്കാൻ, അള്ളാന്റെ റസൂൽ ഒരിക്കലെങ്കിലും താടി പഠിച്ചണോ? അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ഒരിക്കലെങ്കിലും താടി പഠിച്ചണോ? എവിടുത്തെ കിട്ടിങ്ങൾക്ക് ഈ താടി പഠിക്കല്? അച്ചായന്റെ ശീലാത്. എന്നിട്ട് ചില പോത്തുകൾ ഹദീസ് ഉദ്ധരിക്ക, പോത്തുകളിൽ തന്നെ പറയണം, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. താടി പഠിക്കലാ സൗന്ദര്യം എവിടെയാ ഉള്ളത്? ഏത് കിതാബിലാണ്? ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം അത് പറഞ്ഞത് റസൂലാ. റസൂൽ പഠിച്ചണോ? ആ ഹദീസ് പറഞ്ഞ റസൂലല്ലേ? റസൂൽ പഠിച്ചണോ? ഹദീസ് ഉദ്ധരിച്ച സഹാബത്താ, സഹാബത്ത് പഠിച്ചണോ? പിന്നെ എവിടുന്ന് കിട്ടിയ അച്ചായന്റെ സൗന്ദര്യ സങ്കല്പം? ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം, ഇസ്ലാമിന്റെ സൗന്ദര്യം ആണുങ്ങൾക്കുള്ള താടി കൊടുത്തെന്തിനാ? ഇപ്പൊ ചെലോലി പറയണേ താടി തന്ന് നന്നായില്ല, പഠിക്കണത്. ഞങ്ങളെ ഭാര്യക്ക് മുളച്ചോട്ടെ നാളെ മുതൽ താടി. എന്നാലോ ആണുങ്ങൾക്ക് താടി എന്ന് നന്നായില്ല എന്നുള്ള നിങ്ങളെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ചിരണ്ടതില്ല, 1.5 ടൺ എടുത്ത് ചിരണ്ടത്. പുരുഷൻ അലങ്കാരമായി അന്ന് സൃഷ്ടിച്ചതാ താടി. അത് വളർത്താനാ പറഞ്ഞ്. പഠിക്കേണ്ടത് വേറെ പറഞ്ഞിട്ടുണ്ടാവും. പഠിക്കുക, കക്ഷത്തിലും മുഖ്യസ്ഥാനത്തോട് പഠിക്കുക, മോത്തുള്ളത് വളർത്തുക, മീശ വെട്ടുക, താടി വളർത്തുക. അതാ ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായില്ലേ? അതാ പഠിച്ചു വെക്കേണ്ടത്. നേരെ വെച്ച കഷ്ടത്തിലൊക്കെ ഓരോന്ന് കുപ്പായം കഴിച്ചാൽ കാണാം ചാമ മാതിരി വേർപ്പ് ഇങ്ങനെ കട്ടി കൂടിയിട്ട്, അത് പഠിച്ച് വൃത്തിയാക്കൂല. ഇതെല്ലാം ചേരണ്ടും ചെയ്യും. അത് 40 ദിവസത്തിലേറെ നിർത്താൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞതാ. 40 ദിവസം നിർത്താൻ പാടുള്ളൂ. അത് പറിച്ചു കളയണമെന്ന് അറിഞ്ഞ്, പറിച്ചാൽ കഴിയില്ലെങ്കിൽ പഠിച്ചു കളയെങ്കിലും ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം, ഇസ്ലാമിന്റെ പിന്നെ ശുദ്ധീകരണം, അതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ചിലർ പറയാം ഇന്ത്യ നരച്ചാണ്, എന്നാ തലയോ തല കുമ്പളം പോലെ നരച്ചാണ്. നാവും പഠിച്ചോ രാവിലെ എണീച്ചിട്ട് അതിന് കായോട് പോവും. ഇതൊരു ബ്ലേഡ് വാങ്ങിയാൽ മതിയല്ലോ, അത് കായോട് പോവും. തല നരച്ചങ്ങൾ പഠിക്കണ്ടോ? അത് ചൊറിയാണ്. ചൊറി ഇവിടെ മനസ്സിലാ. അച്ചൊറി പോയാൽ ഇച്ചൊറിയും പോവും. തല ചൊറിഞ്ഞാലോ അപ്പൊ പോവാ ഡോക്ടറെ അടുത്ത്, സാർ തല ചൊറിയണ്ടേ ചൊറിയണ്ടേ, എന്താ മരുന്ന്? താടി ചൊറിയാ തന്നെ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോവോ? പോയാത്തന്നെ ഡോക്ടർ ഇതിനും പഠിച്ചാളാ. സാർ പഠിക്കാനല്ല, എനിക്കും അറിയാം. മരുന്നുണ്ടോന്നാ ചോദിച്ചതെന്ന് പറയണം. മരുന്നുണ്ടെങ്കിൽ വാങ്ങണം. അപ്പൊ സുഹൃത്തുക്കളെ, താടി പഠിക്കൽ ഇസ്ലാമിന്റെ രീതിയല്ല. മീശ വെട്ടുക, താടി വളർത്തുക, ഇത് മുസ്ലിം സമുദായത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങളിപ്പോ കുറച്ച് ചെറുപ്പക്കാർ കുറച്ച് തീവ്രവാദം, തുണി തണ്ടകാലുമൊക്കെ കയറ്റി കൊടുക്കണം. താടി പഠിക്കൽ മഹാപാപം. ഇതൊക്കെ നിങ്ങൾ പുതിയത് ഇറക്കുമതി ചെയ്യാണ്. ഗൾഫിൽ സെലവിസം ഇറക്കുമതി ചെയ്യാണ്. എടോ, ഗൾഫിലേക്ക് കേരളത്തിൽ സെലവിസം അങ്ങോട്ട് കയറ്റി അയച്ചുന്ന കാലം ഉണ്ടായിരുന്നു. കെ എം മൗലവിന്റെ കാലത്ത് 1959 കെ എം മൗലവി റഹിമഹുല്ല ഹജ്ജിന് പോയപ്പോ സൗദി ഭരണകൂടത്തിന് നിവേദനം കൊടുത്തു. ഞങ്ങൾ സെലഫികളാണ്, കേരളത്തിലുള്ള സെലഫികൾ. നിങ്ങളുടെ ഭരണം യഥാർത്ഥ ഇസ്ലാമിക ഭരണമാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ. യഥാർത്ഥ ഇസ്ലാമിക ഭരണം കണ്ണുകൊണ്ട് കാണണമെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പഠിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും താടി പഠിക്കൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്.
കെ മൗലിന്റെ കാലത്ത് അലി മൗലവിയോ അമാനി മൗലവിയോ കൂട്ടായിയോ അവർക്ക് ആർക്കും ഈ താടിനെ പറ്റി തർക്കല്ല. ഇടക്കാലത്ത് വന്ന ചില സുല്ലമികൾക്കേ തർക്കമുള്ളൂ. മനസ്സിലായില്ലേ? അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്. ഈജിപ്തിൽ നിന്ന് വന്ന നല്ലതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഈജിപ്തിൽ നിന്ന് എപ്പോഴും ഈജിപ്തിൽ താടി വെക്കാൻ പാടില്ല. മുസ്ലിം രാജ്യ. മുസ്ലിം രാജ്യത്ത് താടി വെക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വാങ്ങണം. എങ്ങനെയുണ്ട് ആ രീതി? മുസ്ലിം രാജ്യമാണ് അവിടെ. അവിടെ എന്തെല്ലാം തമ്മാടിത്തം നടക്കണു. അത് പണ്ട് ഈജിപ്തിൽ പാശ്ചാത്യ കോളനിയായതിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഇരകളാണവർ. അവർക്ക് താടിയോട് വിരോധമാണ്. അവിടുത്തെ ചില പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഇസ്ലാഹി പ്രവർത്തനത്തിൽ വേണ്ടത് മാത്രം എടുക്കാനാണ്. റഷീദും ഷെയ്ഖ് മുഹമ്മദ് അബ്ദും നമ്മളെ അബ്ദു മദ്ഹബും ജിലവി മദ്ഹബും എന്നല്ല നമ്മളത്. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അവരെ നല്ലത് മാത്രം സ്വീകരിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരെ കണ്ണടച്ചനുകരിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ താടി വടിക്കുന്നതിന്, താടി വളർത്തുന്നതിന് എന്തൊക്കെ വ്യാജവാദങ്ങളാ. ഒരു സുല്ലം ഇപ്പൊ പറഞ്ഞെടുക്കണേ, ഇവിടെ മുളക്കണീന് മാത്രമേ താടിന്ന് പറയുള്ളൂ, കവിളത്ത് മുളക്കണീനും. ഏത് ഭാഷയാണ് പഠിച്ചത്? അല്ലഹിയത്ത് ഷെയറുൽ ഖദ്ദൈനി വദ്ദിഖൻ, താടിയിലും രണ്ട് കവിളിലും മുളക്കുന്നത് ഒക്കെ താടിയാണ്. മീശയല്ലാതെ എന്തൊക്കെ മുളക്കുന്നുണ്ട് അതിനൊക്കെ ലഹിയത്ത് എന്നാ പറയാ. അറബി ഭാഷയിൽ അങ്ങനെയാണ് പറയാ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ബഹുദൈവ വിശ്വാസികൾക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ ഇന്നും ബഹുദൈവ വിശ്വാസികൾ ഭൂരിഭാഗവും താടി പഠിക്കുന്നവരാണ്. നമ്മൾ വളർത്തിയാൽ നമ്മൾ അവർക്കെതിരായി. അങ്ങനെ എതിരാകണം എന്നെന്താ? റസൂൽ പറഞ്ഞ് എതിരാകണമെന്ന്. എതിരാകണമെന്ന് റസൂൽ പറഞ്ഞാൽ നമ്മൾ എതിരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്. അപ്പൊ താടി വെക്കൽ സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്ത് പറഞ്ഞെന്താ? എടുത്താ കൂലുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ താടി വെച്ചോൾക്ക് എന്നെ കൂലിട്ടും വെക്കാത്തവൾക്ക് എന്നെ ശിക്ഷയുണ്ടായി, വെച്ചാത്തവൾക്ക് ശിക്ഷയുണ്ടാവൂല. അങ്ങനെയല്ലേ? അല്ല, വുജൂബാണത്. താടി വളർത്തുന്ന ഹുക്കുമെന്താ? നിർബന്ധം. അതുകൊണ്ടാണ് താടി വടിക്കുന്നതിന്റെ ഹുക്കുമെന്താന്ന് ചോദിച്ചാൽ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടത് ഹറാം ആണ്. മാത്രല്ല 4 മദ്ഹബ്, ഹനഫി, ഷാഫി, ഹംബലി, മാലിക് ഉണ്ടല്ലോ, ഈ 4 മദ്ഹബിനും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. 4 മദ്ഹബിനും താടി വടിക്കൽ ഹറാമാണ്. സലഫികൾക്ക് മുഴുവനും ഹറാമാണ്. കെ എം മൗലവി വരെയുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും താടിയിലാണോ ഇസ്ലാം എന്നിട്ട് സയ്യിദലവി പുറത്തൂർന്ന് എന്ന ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ പിന്നെന്തോ തെരീക്കത്തോ എന്തോ ആയിപ്പോയി. പക്ഷെ അന്ന് അയാൾ മുജാഹിദ് അനുഭാവിയാണ്. എന്നിട്ട് അയാൾ ആ പുസ്തകത്തിന് അവതാരിക ആരെ കൊണ്ടറിയോ? ഒന്ന് KP മുഹമ്മദ് മൗലവിയെ കൊണ്ടും ഒന്ന് ഉമർ മൗലവിയെ കൊണ്ടും. ഇത് നമ്മളെ ആളുകൾക്കാണ് കേറുന്നില്ല. മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു വന്നവരും കൂടി താടി വടി നിർത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ രാജ്യന്മാരും. മക്കത്തുനിന്ന് ഓരോന്നിനെ പിടിച്ച് സത്യം ചെയ്യിച്ചു, എന്നാലും കാണാം ഇവിടെ വരുമ്പോ പഠിച്ചു പഠിപ്പിച്ചിങ്ങനെ നടക്കണം. എന്തൊരു കഷ്ടാണിത്. ആരെയാ നമ്മൾ നന്നാക്കാൻ പോണത്? നമ്മൾ നന്നാകണം ആദ്യം. മനസ്സിലായില്ലേ? വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായതിനു ശേഷവും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചാൽ, റസൂലിന്റെ ചര്യക്കെതിരെ പ്രവർത്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞേർത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ കടത്തിയരിക്കും. വസാഅത്ത് മസീറാ, അത് ഏറ്റവും മോശമായ പതനസ്ഥാനമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്ത് എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ചില ആൾ താടി വടിക്കലാണ് നിർത്തിയേ ഉണ്ടാവുള്ളൂ. ഉമ്മിക്കരി വാരിത്തേച്ച് മാതിരി പേരിനൊരു താടി. സുഹൃത്തെ, അതൊന്നും വലുതായിക്കോട്ടെ. എത്ര വെട്ടാൻ സഹാബികൾ വെട്ടിയത് ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കിയാ. മാ ഫൗഖൽ ഖബ്ല, അതിൽ കുറച്ച് വെട്ടിയതായിട്ട് ഒറ്റ ഹദീസിലില്ല. അതുകൊണ്ട് ഒരു പിടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വെട്ടാം, അതേ ഉള്ളൂ. അതാണ് നബി പഠിപ്പിച്ചത്, സഹാബികൾ കാണിച്ചെന്നത്. അത് നിങ്ങൾ നടപ്പിലാക്കണം. ഇനി നമ്മുടെ സഹോദരിമാരെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പൊ നമ്മളെ പർദ്ദ പൊതുവെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ വ്യാപകമായി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ വേറൊരു ഫിത്തന, പർദ്ദയിൽ കുറെ അലുക്കത്ത്, എംബ്രോയിഡറി, കണ്ണാടി, അതല്ല നല്ല പർദ്ദ കണ്ടാ നോക്കിപ്പോണ ജാതി പിന്നെ കൊത്തുപണികളെ എംബ്രോയിഡറി വർക്കുകൾ പാടില്ല. അത് പർദ്ദ എന്തിനാറിയോ? ശരീരത്തിന്റെ സൗന്ദര്യം മറച്ചു വെക്കാനുള്ളതാണ്. ആളുകളുടെ കണ്ണ് നിങ്ങൾ അകന്നു നിൽക്കാനുള്ളതാണ് പർദ്ദ. പർദ്ദ തന്നെ ആകർഷണീയമാണെങ്കിലോ അഴക് മറച്ചു വെക്കല്ല, അപ്പൊ അഴക് വർദ്ധിപ്പിക്കുക ചെയ്യാ. പിന്നെ ചുരിദാർ നമ്മളെ വേഷല്ല, നല്ലോണം മനസ്സിലായിക്കോളി. സാരി നമ്മളെ വേഷല്ല, സാരി മുസ്ലിമിന്റെ വേഷല്ല. മുസ്ലിം പെണ്ണിന്റെ വേഷം ജിൽബാബ്, ശരീരത്തെ ഒന്നായി മൂടുന്ന പർദ്ദയാണ്. കാരണം എന്താ?
പണ്ടത്തെ കാലത്ത് ഈ വെള്ളക്കാച്ചിയും പച്ചക്കാച്ചിയും തടിപ്പാവാടി എടുക്കാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നല്ലൊരു പെൺകുപ്പായ ഇങ്ങനെ മാർത്തക്ക് തട്ടം കൂടി ഇടാതെ ഒരു തട്ടങ്ങനെ തലയിൽ മാത്രം മുടി മാത്രം മറച്ചാൽ മതിയില്ല എന്നൊക്കെ വിശ്വസിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അതിനേക്കാളും നല്ലൊരു സാരിയാണ് എന്ന നിലക്ക് നമ്മൾ സാരി അംഗീകരിച്ചിട്ടുണ്ടാവാം. അല്ലാതെ ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷമായിട്ട് സാരി പറഞ്ഞിട്ടില്ല. സാരി എടുത്ത് ഏതൊരു പെണ്ണാകട്ടെ ആ ടൈറ്റ് പിറ്റ് ബ്ലൗസ് അല്ലേ, എന്നിട്ട് കയ്യൊന്നിട്ട് പൊന്തിച്ചാ ആ സൈഡ് മുഴുവൻ വ്യക്തമായി കാണാം അല്ലേ, വയറും കുറച്ച് കാണും. അതല്ലേ സാരിന്റെ സ്വഭാവം. അപ്പൊ അത് കാണാൻ പാടില്ല. ഇറുകിയ പർദ്ദ പാടില്ല. ഒരു ബോഡി ഷേപ്പ് പർദ്ദാറിനൊന്നും ഇറങ്ങിയിട്ടുണ്ട്. എന്താ അറിയോ, ഇവിടെ ഇങ്ങോട്ട് മൂട്ടുക. അപ്പൊ എന്തായി, അരക്കന്ന് കീപ്പിട്ടുള്ളതൊക്കെ വ്യക്തമായി അതിന്റെ വലുപ്പവും ചെറുപ്പവും ഒക്കെ ശരിക്കും മനസ്സിലാവും. അറപ്പുള്ള വേഷം. നമ്മളെ കുട്ടികൾ ആചാരി പറഞ്ഞിട്ട് പുറത്തിറങ്ങരുത്. ചുരിദാറും അങ്ങനെ തന്നെയാണ്. ടൈറ്റ് ഫിറ്റ് ചുരിദാർ, ശരീരത്തിന്റെ എല്ലാ വടിവുകളും ചുളുക്കുകളും ഒക്കെ വ്യക്തമായി കാണിക്കുന്നത് പാടില്ല. നിങ്ങൾ ചുരിദാർ വീട്ടിൽ നിന്നിട്ടോളിയും പുറത്തിറങ്ങുമ്പോ അതിന്റെ മേലെ പർദ്ദടണം. അതാ നമ്മളെ പെണ്ണുങ്ങളെ വേഷം. പിന്നെ മഫ്ത ചെറുതായി ഇവിടുക്കൊരു ചെറിയതും അതിന്റെ അപ്പുറം ഒക്കെ കാണാം. ബാക്കിൽക്കും. പണ്ടത്തെ പെണ്ണുങ്ങൾ മുടി നിങ്ങളെല്ലാം തേച്ചൂട്ടലേന്നു. ഇപ്പത്തെ പെണ്ണുകൾ മുറിച്ച് ചെറുതാക്കുക, ആണുങ്ങളെ പോലെ ആക്കുക അല്ലെ. അതിന് പറ്റിയ ചെറിയ ഒരു സ്കാഫ് ഇവിടെ പിന്നുത്തിയിട്ട് ആ രണ്ട് തലയും കൂടി കുടിച്ച് ബാക്കിലേക്ക് ഒരു കെട്ടിടും, ചെയ്ത്താന്റെ കെട്ട്. ഞങ്ങൾ ഇത് ഇടാണ്ടക്കാണല്ലേ. വലിയതിരിഹിന്ന അലാജിയുബിഹിന്ന, തലമറക്കുന്ന അതേ വസ്ത്രം അത് മാറത്തേക്ക് താഴ്ത്തിയിടണം. അതിന്റെ അടിയിൽ മാറത്ത് വസ്ത്രമില്ലായിട്ടല്ല, അതിന്റെ രൂപം പുറത്തേക്ക് കാണാൻ പാടില്ല. അതിനൊരു കർട്ടനായിട്ട് അതിന്റെ മേലതിടണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ സൗന്ദര്യം മറച്ചു വെക്കുക എന്നുള്ളതാണ് അവളുടെ കടമ. കാരണം മറ്റുള്ളവർ ആകർഷിക്കപ്പെടാൻ അത് കാരണമാകും. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലല്ലാതെ തന്റെ സൗന്ദര്യം വെളിവാക്കാൻ പെണ്ണിന് അവകാശമില്ല. എത്ര പെണ്ണുങ്ങൾ ഈ സ്പ്രേ ഒക്കെ പൂശി പോണറിയോ. ഗൾഫിൽ നിന്ന് മാപ്പിള വന്ന ഉമ്മാക്കും പങ്ങന്മാർക്കും ആർക്കും കാണാത്തൊരു ചെറിയ പെട്ടി ഉണ്ടാവും ഓൾക്ക്. അതിലെന്താ ഉള്ളത്? നല്ലോണം സോപ്പും സ്പ്രേയും അസ്തറും അല്ലേ. എന്നിട്ടോ അപ്പൊ ഒരു മാസം ഇങ്ങോട്ട് ഓനാണ് പോവുകയും ചെയ്യും. പിന്നെ വെളുക്ക് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് പൂശി പുറത്തിറങ്ങാനൊരു പൂതിയ. ചില പെണ്ണുങ്ങളാണ് പോയ അരമണിക്കൂർ അതിന്റെ മണം ഉണ്ടാവും. നബി പറഞ്ഞെന്താരികള്, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി ഒരു ജനതയുടെ അടുത്തുകൂടെ കടന്നുപോയി, അവർ അവളുടെ മണം ആസ്വദിക്കാൻ, എങ്കിൽ അവൾ വേശ്യയാണ്, ജാനിയത്താണ്, വ്യഭിചാരിണിയാണ് അവൾ. അള്ളാന്റെ റസൂൽ 1500 കൊല്ലം മുമ്പ് പറഞ്ഞതാ. അതിന്റെ അർത്ഥം അവൾ വിവാഹിതാണെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് എറിഞ്ഞു കൊല്ലും, അവിവാഹിതാണെങ്കിൽ 100 അടി അടിക്കുന്നല്ല. പിന്നെ വേശ്യകളുടെ സ്വഭാവമാണത്. വേശ്യകൾക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഓരോരുത്തരെ ആകർഷിക്കണ്ടേ. ഇപ്പൊ വ്യത്യസ്ത സ്പ്രേ പൂശിയിട്ട് ഇങ്ങനെ ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കും. നബിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളെ പെണ്ണുങ്ങൾ അവഗണിക്കുന്നുണ്ട്. നടക്കുമ്പോ വഴി അരികിലൂടെ നടക്കണം. പണ്ടത്തെ പെണ്ണുങ്ങളില്ലേ അരൂക്കുടി കൊടയെ മറച്ചുടിച്ച്, അതാ ഇസ്ലാമിലെ പെണ്ണിന്റെ രീതി. അലൈക്കുന്ന ബിഹാഫാത്തി തരീഖി, നിങ്ങൾ വഴിയുടെ അരികിലൂടെ നടക്കണം. ഇന്നോ 5 പെൺകുട്ടികൾ പോവാണെങ്കിൽ നിരന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കണമാരിയ 5 ആളും ഇങ്ങനെയാ പോവുക. അത് അറബി കോളേജിൽ നിന്ന് വരികയാണെങ്കിലും ശരി, എതിരെ ആണുങ്ങൾ വരുന്നേ തട്ടണി തട്ടിക്കോട്ടെ മുട്ടണി മുട്ടിക്കോട്ടെ എന്നുള്ള മാരിയ. ഒന്ന് മാറിക്കൊടുക്കണ്ടേ? മാറിക്കൊടുക്കൂല. എവിടുന്ന് അത് പഠിച്ച നമ്മളെ കുട്ടികൾ ഈ അച്ചടക്കല്ലായ്മ? വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ. പെൺകുട്ടികൾ ഇന്ന് അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇബ്നു കസീർ ഈ വ്യാഖ്യാനം കൊടുത്തിൽസംന ബുയൂതകുന്ന വലാ യഖ്റുജ്ന ഇല്ലാ ലിൽ ഹവായിജി ശർഇയ്യ, ശർഇയ്യായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ അവർ പുറത്തിറങ്ങരുത്. വമിനൽ ഹവായിജി ശർഇയ്യതി അസ്സലാത്തു ഫിൽ മസ്ജിദ് ബിശർതിഹി, പള്ളിയിൽ വെച്ചൊരു പെണ്ണ് നിസ്കരിക്കുക എന്നുള്ളത് ശർഇയ്യായ ആവശ്യത്തിൽപ്പെട്ടതാണ്. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങാം. അതിന്റെ ഷർത്തുണ്ട്. പള്ളിയിൽ വരുമ്പോഴുള്ള ഷർത്ത് എന്താ? ഇസ്ലാമിക വേഷം ധരിക്കണം. അത്തർ പൂശിക്കൊണ്ട് വരാൻ പാടില്ല. അത് വളരെ നിർബന്ധമായ കാര്യമാണ്. അത്തർ പൂശി ഒരു പെണ്ണ് വന്നപ്പോ മണം കെട്ടിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ജനാബത്ത് കുളിക്കുന്നത് പോലെ പോയി കുളിച്ചു വാങ്ങിയേ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ കുറച്ചൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് ടൗണൊക്കെ ആയി വരുമ്പോ നമ്മളെ പല പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ മാറ്റം വരികയാണ്. പെണ്ണുങ്ങളെ വേഷവിധാനത്തിൽ ആണുങ്ങളെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സതൽ മർഅ വൽ മർഅത
പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷനെയും അല്ലേ? ടൈറ്റ് വിത്ത് ജീൻസും ഒരു ടീഷർട്ടും, മുടിങ്ങനെ ചെറുതാക്കിയിട്ട് ഒരു തൊപ്പി, കണ്ട ഏതാ ചെക്കനെന്നും തോള് കൈയിട്ടിട്ടാ മനസ്സിലാകുക ഇത് സാധനം മറ്റതാണ്. എന്നിട്ട് പാർക്കിലും ബസ്സിലൊക്കെ വന്ന് അടുത്തന്നിരിക്കും, ഒരു പേടിയില്ല. വളരെ സോഷ്യലാണ് അവള്. ചില പെണ്ണുങ്ങളെ അവള് വളരെ സോഷ്യലാ. എന്താ സോഷ്യല്? ഏതാണുങ്ങളോടും ചാടിക്കയറി വർത്താനം പറയും, ഏതാണുങ്ങളോടും ചാടിക്കയറി പരിചയപ്പെടും, ഏതാണുങ്ങളടുത്ത് ഇരിക്കാനോ ഇനിയിപ്പോ ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ഒന്നും ഒരു പ്രശ്നമല്ല. നല്ല സോഷ്യലാ. ഇതാ ഇസ്ലാമിന്റെ സ്വഭാവം. നമ്മളെ പല വീടുകളിൽ സ്ഥിതി എന്താണോ, അയലോക്കത്തെ ആണുങ്ങൾ വന്നിട്ട് അടുക്കളയിൽ പോയിരുന്ന വർത്താനം വരെ ഞങ്ങളൊരു കുടുംബത്തെ പോലെയാ. പറ്റൂല. പുറത്തിരിക്കണ ആണുങ്ങള്. പെണ്ണുങ്ങളുള്ളിൽ ഇസ്ലാമിക വേഷമൊന്നും ഉണ്ടാവില്ല. സ്ത്രീകൾ ഒറ്റക്കുള്ള വീടുകളിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ നബി സഹാബികൾ ചോദിച്ചു, അറഅയ്തൽ ഹമുവ, ഭർത്താവിന്റെ സഹോദരന്മാരാണെങ്കിലോ? അൽ ഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരന്മാരാണെങ്കിൽ വലിയ അപകടമാണ്. ഇളയച്ചുള്ളടത്തേക്ക്, ഇളയച്ചു ഒറ്റക്കുള്ളടത്തേക്ക് മുത്തച്ഛൻ കയറിച്ചില്ല അല്ലേ? ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജൻ പാടില്ല. അന്യ പെണ്ണിനോട് എന്റെ ഭാര്യ എന്റെ അനുജൻ വരുമ്പോഴും എന്റെ ജ്യേഷ്ഠൻ വരുമ്പോഴും മുഖമക്കനിടണം. അത് നമ്മളെ പെണ്ണുങ്ങൾക്കും നമ്മളെ തള്ളാർക്കും പറഞ്ഞാൻ ബോധ്യപ്പെടൂല. ഓളൻ മുണുങ്ങല്ലപ്പ എന്റെ അനുജൻ, എന്റെ അനുജ പോളൻ മുണുങ്ങോലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസാ ഞാൻ പറഞ്ഞത്. എന്ത്? ഭർത്താവിന്റെ സഹോദരന്മാരാണെങ്കിൽ മരണത്തിന് തുല്യമാണ്, പാടില്ല. വേറെ പാർക്കണൊക്കെ. ഇതെന്താ? ഏട്ടനും അഞ്ചനും അഞ്ചന്റെ അഞ്ചനും എല്ലാവരും പെണ്ണുങ്ങളും കുട്ടികളും ഒന്നിച്ച് മോരും മുതലും മെച്ചമായി. ഏട്ടൻ പെണ്ണെട്ടി കൊടുന്ന ആ അനുജന്റെ സെഡിയും കൂടി ഓള് തിരുമ്പി കൊടുക്കണം എന്നാ നിയമം. അല്ലെങ്കിൽ അമ്മായിമ്മ ചൂലെടുത്തു നടന്നടി ഇവിടുന്ന് അങ്കളം തിരുമ്പി കൊടുത്തോളി. അല്ലെങ്കിൽ ഓനങ്ങോട്ട് തിരുമ്പിക്കോട്ടെ. പാടില്ലതൊന്നും. ഏട്ടൻ ഗൾഫിൽ പോയി വീടുണ്ടാക്കിയിട്ട് അനുജനെ ഓല അവിടെ ആക്കി കൊടുക്കും അല്ലേ? എന്നിട്ടൊരു TV വാങ്ങിക്കൊടുക്കും, ചാനല്. സൗകര്യായി. എന്തെല്ലാം കേൾക്കണു. കേട്ടിന്റെ ഇരട്ടി കേൾക്കാത്തതാ അല്ലേ? ഇസ്ലാമിന്റെ നിയമം നമ്മൾ ലംഘിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാണ്. ഇസ്ലാമിന്റെ നിയമത്തിൽ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് വീടുണ്ടാക്കി ഓളെ താമസിപ്പിക്കണോ? ഓളെ ആങ്ങളെ കൊണ്ട് നിർത്തിക്കോളി, ഓളെ വാപ്പാനെ കൊണ്ട് നിർത്തിക്കോളി, ഓളെ അമ്മാവനെ കൊണ്ട് നിർത്തിക്കോളി. വേറെ പറ്റൂല. അല്ലെങ്കിൽ ഓളെ ഏട്ടത്തിന്റെ അഞ്ചത്തിന്റെ മക്കളെ കൊണ്ട് നിർത്തിക്കോളി, അത് ഓളെ കുട്ടികളാ. പാടില്ല. ഇസ്ലാമിന്റെ നിയമ ഞാൻ പറയണത്. നമ്മളമ്മമാർക്ക് ഇത് പറഞ്ഞിട്ടാണ് മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാലോ, ഉമ്മ എന്റെ അനുജന്മാരും എന്റെ ഏട്ടന്മാരും ഒക്കെ എന്റെ ഭാര്യന്റെ മുമ്പിൽ വരുമ്പോ മുഖമക്കാണെന്നാണ്. എന്നാ ഞങ്ങൾ ആരോട് ചേർന്നില്ല. നിങ്ങൾ ചാകുകയാണെങ്കിൽ ചത്തോളി, രോഗമാണെങ്കിൽ രോഗം, ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. എന്താ ജല്ലേ പറഞ്ഞു ഓം വന്നാ മുണുങ്ങും. തള്ളമാരെ ഇസ്ലാമുകൾ പഠിക്കുക. ആദ്യം ഇസ്ലാമുകൾ പഠിക്കും. ഇസ്ലാമിന്റെ നിയമ മനസ്സിലായില്ലേ? മാത്രല്ല തള്ളാര് വീട്ടിലാകെ ഉമ്മാനെ വിശ്വസിച്ചിട്ടാ ആളുകൾ പെണ്ണുങ്ങളെ ആക്കി കൊടുത്ത് പോണേ. ഉമ്മാരിങ്ങനെ തണ്ടാൻ നടക്കും. ഭർത്താവിന്റെ ഓന്റെ അനുജനെയും ഓളെയും ഒറ്റക്കാക്കിയിട്ട്. എന്റെ അമ്മ നിങ്ങൾ അങ്ങനെ പോണു, ഓനും ഒറ്റക്കല്ലാടെ ഓൻ ഓളെ മുണുങ്ങോലോ. തള്ളമാരെ അള്ളാന്റെ നിയമങ്ങൾ പഠിച്ചോളിയും, അള്ളാന്റെ നിയമം പഠിച്ചോളിയും. അങ്ങനെ ആക്കി പോകാൻ പാടില്ല നിങ്ങള്. നബിന്റെ നിയമം കാര്യങ്ങള് നബി പഠിപ്പിച്ചത് മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. 7 വയസ്സായ കുട്ടികളെ നിസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം. അതുവരെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആ ഹദീസിന്റെ വാക്യം എന്താ അറിയോ? ഫർരിഖു ബൈനഹും ഫിൽ മലാജിഇ, കിടപ്പ് സ്ഥാനങ്ങളിൽ അവരെ വേർപെടുത്തണം. നമ്മളെ കുട്ടികൾക്ക് 10 വയസ്സായ ഏട്ടനെയും അനുജനെയും ഏട്ടത്തിനെയും അനുജത്തിനെയും ആങ്ങളിനെയും പെങ്ങളെന്നും ഒരു പുറപ്പ് കിടത്താൻ പാടില്ല. മാത്രമല്ല ആണും ആണും ഒരു പുതപ്പിൽ കിടക്കരുത്, പെണ്ണും പെണ്ണും ഒരു പുതപ്പിൽ കിടക്കരുത്. ഇതിപ്പോ ലോകത്തെ എയ്ഡ്സ് വ്യാപിച്ചെന്താ കാരണം? ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധം, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുക, ആണ് ആണിനെ കല്യാണം കഴിക്കുക. അതിന് നിയമം കൊണ്ടുവന്നിരിക്കുന്നു പാശ്ചാത്യ ലോകത്ത്, അള്ളാന്റെ നിയമത്തിനെതിരെ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു? ഒരുപാട് മാറാ രോഗങ്ങൾ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനും മരുന്ന് കൊടുത്തിട്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കലാണ്. പക്ഷെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി നശിക്കലാണ്. ഒരു മരുന്ന് ഏശാതാവുമ്പോഴേ മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ അതാണ് ഒരു പുതപ്പിൽ ആണും ആണും കിടക്കരുത്, ഒരു പുതപ്പിൽ പെണ്ണും പെണ്ണും കിടക്കരുത്. പിന്നെ ആണും പെണ്ണും കിടക്കണത് പറ്റുമോ?
എളാപ്പാന്റെ മാനും മൂത്താപ്പാന്റെ ഉളുപ്പാന്റെ ഏട്ടനും അനുജനും അതിന്റെ അനുജനും ഒക്കെ പാടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ കുട്ടികളൊക്കെ ഒന്നിച്ച് ഒരു പുതപ്പല് ഔറത്ത് പരസ്പരം സ്പർശിക്കാൻ, ഔറത്ത് പരസ്പരം തൊടാൻ അത് കാരണമാകും. വേറെ വേറെ കിടത്തണം, അതാണ്. ഒക്കെ വേറെ താമസിക്കുക, വാടകയെങ്കിൽ വാടകക്ക്, അതാ ഇസ്ലാമിന്റെ നിയമം. എന്നാലേ നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇങ്ങനത്തെ എത്ര വിഷയങ്ങൾ നമ്മുടെ മുജാഹിദ് മഹല്ലുകളിൽ പറയേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞൂടെ നമ്മളെ ആളുകൾക്ക്. അതൊന്നും ഇപ്പൊ അറിഞ്ഞിട്ട് ലംഘിക്കല്ല, ഇതൊന്നും തെറ്റല്ല എന്നുള്ള നിലക്കാണ് നമ്മളിപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അനുജന്റെ പിന്നിൽ മോട്ടോർ ബൈക്ക് വരുന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാ പോണേ. അതിനിപ്പോ സുല്ലമി 10 കൊടുത്തണ്, സ്പർശിക്കാതിരുന്നാ മതി. എങ്ങനെ മോട്ടോർ ബൈക്ക് സ്പർശിക്കാതിരിക്കല്? എന്നിട്ട് അതിന് ഹദീസുണ്ട് എത്ര മുമ്പരെയൊക്കെ. എന്താ ഹദീസ്? നബി ഇങ്ങനെ വരുമ്പോ നബിന്റെ ഭാര്യന്റെ സഹോദരി അസ്മാ ബീവി എന്തോ ഈന്തപ്പഴക്കൂര് എന്തോ ലോഡ് എന്നാ അതുമ്പോ കയറിക്കോന്ന് പറഞ്ഞു. എന്നാ നബി അയിമെന്ന് ഇറങ്ങിയിട്ട് അയിമ കയറ്റാനല്ലാതെ നബിന്റെ ബാക്കിൽ ഇരുത്താനാണ് ആ ഹദീസിലില്ല. അത് വ്യാഖ്യാനിക്കാണ്, അങ്ങനെ ആയിരിക്കാം എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫ്വാൻ എന്ന സഹാബിയുമായി അബീദ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചില്ലേ? എന്താ സംഭവം? ആയിഷ ബീവി മാല തെരഞ്ഞു നിന്നിട്ട് അവരവിടെ കുറച്ച് വിസർജന സ്ഥലത്ത് പോയപ്പോ മാല കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെ തെരഞ്ഞു നിന്നു. അപ്പൊ ഒട്ടക കട്ടിലിനായിട്ട് ആയിഷ ബീവി പോവുക. ഒട്ടകത്തിന്റെ മീതൊരു കൂടാരം, ആ കൂടാരത്തിനുള്ളിലാണ് നബിന്റെ ഭാര്യമാരാരും കാണൂല. അപ്പൊ കൂടാരം ഒരു സ്ഥലത്തെത്തിയ, താവളത്തിലെത്തിയ സഹാബികൾ കൂടാരം ഇറക്കി വെക്കും. സഹാബികളും പോയാൽ അവർ കൂടാരത്തിന് ഇറങ്ങി പുറത്തു പോകും. പിന്നെ അവരൊന്ന് കൂടാരത്തിരിക്കും, വാതിലടക്കും. അപ്പൊ എടുത്തു വെച്ച സഹാബികൾ വിചാരിച്ച് കൂടാരത്തിൽ ആയിഷ ബീവി ഉണ്ടായിരിക്കും. അവർ കനല്ലാത്ത തടി പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ ആയിഷ ബീവി ബാക്കിയായി പോയതാ. സഫ്വാൻ ഇങ്ങനെ ഒരു ആയിഷ ബീവിയെ കാണുകയാണ്. അപ്പോ ഒന്നായിട്ട് മൂടിയ ആയിഷ ബീവിനെ മനസ്സിലായത് ചെറുപ്പത്തിൽ കണ്ട് ശീലമുള്ളതുകൊണ്ട് സഫ്വാന് മനസ്സിലായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് കണ്ടപ്പോ പറയേണ്ട വാക്ക് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സഫ്വാൻ ഒട്ടകപ്പുറത്തിറങ്ങി, ആയിഷ ബീവി ഒട്ടകപ്പുറത്ത് കയറി, ആട്ടകത്തിന്റെ കയറും പിടിച്ച് സഫ്വാൻ അങ്ങനെ നടന്നു. ഇതാണ് അറബികളുടെ രീതി. അള്ളാന്റെ റസൂല് അസ്മാ ബീവിയോട് കയറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കയറിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പറഞ്ഞെങ്കിൽ അസ്മാ ബീവി കയറിയിട്ടില്ല. നബിന്റെ ബാക്കിലിരുത്താനാണെന്ന് ഊഹിച്ചിട്ട് മോട്ടോർ ബൈക്കിന് പിന്നിലിരുത്താൻ ഫത്വ കൊടുക്കുന്ന സുല്ലമിമാരാണ് നമുക്കിവിടെ ഉള്ളത്. പഠിക്കണം നമ്മൾ ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നരച്ച മുടിക്ക് ചായം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇതിന്റെ വിധി? നരച്ച മുടിക്ക് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കാം. മൈലാഞ്ചിയും കെത്തമെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അറേബ്യയിലൊക്കെ കിട്ടും. ഹിന്ന ഇറാഖി എന്നാണ് സൗദിയിലൊക്കെ പറയാം. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇട്ടാൽ ഏതാണ്ടൊരു ബ്രൗൺ കളർ കിട്ടും, അതേ പറ്റുള്ളൂ. കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കാൻ പാടില്ല. കാരണം മൻ ഹല്ലബ ബിസ്സവാദ് സവ്വദല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ. ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിച്ചാൽ അവന്റെ മുഖത്തെ അള്ളാഹു പരലോകത്ത് കറുപ്പിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ അവസാന കാലത്ത് ചില ആളുകൾ വരും, അവർ കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കും, അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്നതല്ല. ഈ 2 ഹദീസും സഹിഹാണ്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനി കർലാവിയെ ഗണ്ണിച്ചുകൊണ്ട് ഗായത്തുൽ മറാം എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ, ഈ ഹലാൽ വൽ ഹറാം എന്ന കർലാവിയുടെ ഗ്രന്ഥത്തിലെ ഹദീസുകൾക്ക് തഖ്രീജ് ചെയ്ത ഗ്രന്ഥമാണ്, അതിൽ ആ 2 ഹദീസുകളും എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. നരച്ച മുടി പറിച്ചു കളയാനും പാടില്ല. പറഞ്ഞോളെ ഇതൊന്നും പറിച്ചാ, എന്നിട്ട് ഇവിടുന്ന് ഇന്ന് 2 പറിച്ച, നാളെ 2 പറിച്ച പാടില്ല. നരച്ച മുടി പറിക്കരുതെന്നില്ല. ഈമാൻ, അത് സത്യവിശ്വാസത്തിന്റെ വെളിച്ചമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കുന്ന സമ്പ്രദായം നമ്മൾ ആളുകൾക്കിടയിൽ വ്യാപകമായി വരികയാണ്. പാടില്ല. പട്ടും സ്വർണവും ഓരോ കയ്യിൽ പിടിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, ഇത് രണ്ടും മിൻ ഹാദൈനി ഹറാമുൻ അലാ ദുഖൂരി ഉമ്മത്തി. എന്റെ ഉമ്മത്തിലെ പുരുഷ പ്രജകൾക്ക് ഇത് ഹറാമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുരുഷനായി ജനിച്ച ഒരു കുട്ടിക്കും സ്വർണം പാടില്ല. അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുറ്റം ഉണ്ടാവില്ല, കുട്ടിനെ കൊണ്ട് ചെയ്യിച്ചോൽക്കാ കുറ്റം. അതിപ്പോ നമ്മളിപ്പോ അമ്മായിമ്മ ഏതായാലും അതിന് കിട്ടുന്നത് കിട്ടട്ടെ, നമ്മളിപ്പോ അതാറാൻ പറഞ്ഞാൽ അവൻ കിട്ടൂല. മറ്റത് പെങ്ങളെ വക ഒരു തണ്ടയും മറ്റേ പെങ്ങളെ വക ഒരു ചെയിനും അമ്മായിമാന്റെ വക ഒരു മോതിരം ഒക്കെ കുട്ടിക്ക് കിട്ടൂലേ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളാണ്ട് ഊരിടുത്താ പോരേ, 1.5 പവൻ 2 പവൻ വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ.
എന്തിനധികം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി ഭാര്യ വീട്ടിക്ക് വരുന്ന പുതിയാപ്പിളക്ക് ഈ തള്ള ഖുർആൻ ക്ലാസും ജുമാക്കും വരുന്ന തള്ള പാലുണ്ടേ കൊടുക്ക, എന്നിട്ട് മോതിരം എന്റെ കയ്യിൽ കാട്ടിക്ക, മോതിരം ഇട്ട് കൊടുക്ക, സ്വർണ്ണ തള്ളേ നിങ്ങൾ ഖുർആൻ ക്ലാസ് കേട്ടിട്ടില്ലേ, നിങ്ങൾ ജുമാക്ക് പോയിട്ടില്ലേ, ആണുങ്ങൾക്ക് സ്വർണ്ണ ഹറാമാന്ന് പഠിച്ചിട്ടില്ലേ, എന്നെ ഹറാമ് ചെയ്യിക്കാനാ നിങ്ങൾ ഉദ്ദേശിക്കണേ, ഇതിനെ ഞങ്ങളെ മോളെ കെട്ടിച്ചെന്ന് ഒരൊറ്റ മരുവൻ പറഞ്ഞാൽ മതി, അത് നാടാകണം പരക്കും ചെയ്തായി, എന്നാൽ ഇപ്പൊ ഇനി നിൽക്കുള്ളൂ. കിട്ടുന്നതിന് പോരട്ടെ, ഏതായാലും രണ്ടുപോലെ അങ്ങനെയും കിട്ടുമല്ലോ. സ്ത്രീധനം ഏതായാലും പെട്ടെന്ന് എന്തെങ്കിലും കിടക്കട്ടെ. അപ്പൊ ഹറാമിലൂടെ കുറെ നേടണം എന്നുള്ള ചിന്ത പാടില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ദീർഘമായി രണ്ട് ദിവസമായിട്ട് ഒരുപാട് പ്രസംഗിച്ചത് കൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട്. പക്ഷെ ആവേശത്തിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ് കുറച്ച് സമയം. ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ മുജാഹിദീകൾക്ക് അറിയാത്ത കുറെ വിഷയമുണ്ട്. ഇപ്പൊ ഈ മ്യൂസിക് ഭയങ്കര തെറ്റാത്. ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടത് ഇവിടുത്തെ സ്കൂളിൽ നല്ല മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാ കൂട്ടരങ്ങൾ കമ്മിറ്റി സ്കൂൾ നടത്തണേ, പിരിച്ചുവിടണത്? നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ നടത്തണേ. NSS സ്കൂൾക്കും ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കും പോയാൽ ഓലെ സംസ്കാരം പഠിക്കും. അതുകൊണ്ട് നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ ഉണ്ടാക്കണേ. ആ മുസ്ലിങ്ങളില്ല, മുസ്ലിം ഉണ്ടെങ്കിൽ ഓരോട് പറയണം ഇത് ഇസ്ലാമിക കമ്മിറ്റി നടത്തണാണ്, അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാവുള്ളൂ. ആട്ടവും പാട്ടും കൂത്താട്ടവും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കുട്ടികൾ ചെറിയ കുട്ടികൾ പാടിക്കോട്ടെ, കഥ പറഞ്ഞോട്ടെ, അതൊന്നും ഇവിടെ കുഴപ്പമില്ല. എവിടുന്ന് കിട്ടിയൊക്കെ ഈ മ്യൂസിക് സംഗീതോപകരണങ്ങൾ ഹറാമാണെന്ന് പറയുന്ന കർശനമായ ഹദീസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനധികം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ വേഷം കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നും. അല്ലേ ഇസ്ലാമിക കമ്മിറ്റികൾ നടത്തണ എന്നൊക്കെ കമ്മിറ്റിയിൽ ഒടുക്കുമ്പോ തന്നെ പറഞ്ഞൂടെ ഇത് ഇസ്ലാമിന്റെ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ്, ഇവിടേക്ക് വരുമ്പോ പർദ്ദട്ട് വരണമെന്ന്. എന്നിട്ട് ഓളെ അരക്കജ്ജും മുക്കാക്കജ്ജും സാരിയും പള പുറത്തും അവനാ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നേ. എന്നാ പിന്നെ നിങ്ങൾ സ്കൂൾ നടത്തണോ? NSS അയച്ചു കൊടുത്തൂടെ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കാരൻ അയച്ചൂടെ? നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാണ് നമ്മൾ സ്കൂൾ നടത്തണത്. ഇതൊന്നും പറയാൻ ആരുമില്ല, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വളരുന്നത്. ഇത് പറയണം നമ്മള്. പണ്ഡിതന്മാരെ കടമയെന്ന് പറഞ്ഞു കൊടുക്കല്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ. അതിനൊക്കെ ഒരു കമ്മിറ്റി വേണം. ഒരു വാർഷികം നടത്താൻ ഒരു സ്ക്രൂട്ടിനി കമ്മിറ്റി, അതിലൊരു പണ്ഡിതം വേണം. എന്ത് പരിപാടിയൊക്കെ ആദ്യം കമ്മിറ്റി ഞങ്ങളൊന്ന് കാണണം, എന്നിട്ടാ സ്റ്റേജിൽ അവതരിപ്പിക്കലേ. നമ്മളെ സംസ്കാരം കാത്തു സൂക്ഷിക്കണം, ഇസ്ലാമിന്റെ സംസ്കാരം. സുഹൃത്തെ, മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങളെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ കൊത്തിവെക്കേണ്ട ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, സത്യനിഷേധിയുടെ സ്വർഗവും. ഒന്നുകൂടി പറഞ്ഞോളി, കാണാതെ പഠിച്ചോളി നിങ്ങളത്. അദ്ദുനിയാ പറഞ്ഞോളി നിങ്ങള്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിയുടെ സ്വർഗവും. സ്വർഗത്തിൽ ഇഷ്ടം പോലെ നടക്കാം, സത്യനിഷേധിക്ക് ഇഷ്ടം പോലെ നടക്കാം. എവിടേക്കും നോക്കാം, എവിടെയും ഇരിക്കാം, എവിടെയും പോകാം, എങ്ങനെയും സമ്പാദിക്കാം, എങ്ങനെയും ചെലവഴിക്കാം. സത്യവിശ്വാസിക്കോ അത് പറ്റൂല. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടേക്ക് പോകാൻ പാടില്ല, ഇവിടേക്ക് പോകാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, അങ്ങനെ സമ്പാദിച്ചുകൂടാ, അങ്ങനെ ചെലവാക്കിക്കൂടാ. ഒരുപാട് അസ്വാതന്ത്ര്യങ്ങൾ ഒരു മുഅ്മിനുണ്ടാവും. എന്നാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. മനസ്സിലായില്ലേ? പരലോകത്ത് സ്വർഗം കിട്ടണമോ ഈ ജയിൽ നമ്മളൊന്ന് സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനുഷ്യന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ യഥാർത്ഥ സ്പർശനങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിത സ്പർശിയായ റസൂലിന്റെ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ പഠിക്കുക, അതിനുവേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുക. ഖുർആൻ മാത്രമല്ല ഇസ്ലാമിന്റെ പ്രമാണം, ഹദീസാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണം. അതിലൂടെ മാത്രമാണ് ഇസ്ലാമിക ജീവിതം സമ്പൂർണ്ണമായി തീരുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകി. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ആരോടും എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. ഒരേ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, ദീനിന്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് അല്പം രോഷം പ്രകടിപ്പിച്ചത്, അല്ലാതെ വേറെ എന്തിന്റെയും പേരിലല്ല. അതുകൊണ്ട് ആരും എന്നോട് കോപിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ ആശയങ്ങൾ മാത്രം അത് നമ്മൾ ആളുകൾ നടപ്പിലാക്കണം. സെലഫികളാണെന്ന് പറഞ്ഞാൽ പറയാം, യഥാർത്ഥ സെലഫികളാകണം എന്ന ഉദ്ദേശത്തിലാണ് സുഹൃത്തുക്കളെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.
അറിവില്ല നമ്മളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എന്താണ് ഇതേതാ പുടവേ? ബൈക്കിന്റെ ഉള്ള ഫത്വയായിരിക്കും അല്ലേ? അള്ളാഹു സത്യം, നബിയുടെയും കൂട്ടുകാരുടെയും മുമ്പിലൂടെ നീ ഈന്തപ്പനെ കുറിച്ച് ചുമന്നു പോകുന്നതാണ് നബിസ്വലാസ്മയുടെ പിന്നിലിരുന്ന് വാഹനത്തിൽ സംഖ്യ കഠിനം. ബുഖാരി 52:24. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്വൽ ബാരി ഈ ഹദീസിൽ പുരുഷന്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. ഈ ഫത്വൽ ബാരിയിൽ ഈ വാചകം വെച്ചിട്ടാണ് മോട്ടോർ ബൈക്ക് ഫത്വ മുപ്പര് കൊടുത്തിട്ടുള്ളത്. ഒരു പുരുഷൻ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പിന്നിൽ സ്ത്രീക്ക് ഇരുന്നൂടാന്നല്ല, അത് മോട്ടോർ ബൈക്കാണെന്ന് വ്യാഖ്യാനിക്കുന്നതിനാ തെറ്റ്. ഒട്ടകത്തിൽ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യാറുണ്ട്. ആ കൂടാരത്തിന് പിന്നിൽ ഇരുന്നുകൊണ്ട് പുരുഷൻ യാത്ര ചെയ്താൽ ആ പുരുഷനും സ്ത്രീയെ കാണൂല്ല, തൊടൂല്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണോ യാത്ര ചെയ്ത്? അങ്ങനെയാണോ മോട്ടോർ ബൈക്ക് പോകുന്നത്? അതെല്ലാം ഊഹമാണ് സുഹൃത്തുക്കളെ. ഒട്ടകപ്പുറത്തുള്ള സ്ത്രീകളുടെ യാത്ര എങ്ങനെയായിരുന്നു? മുഅ്മിനത്തുകളായ നബിന്റെ ഭാര്യമാരൊക്കെ കൂടാരത്തിലിരുന്നിട്ടാ പോണത്. പൊതുവെ സ്ത്രീകളെ കൂടാരത്തിലിരുത്തിയാ യാത്ര ചെയ്യിച്ചിരുന്നത്. അങ്ങനെയുള്ള സന്ദർഭം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിയെ കയറ്റിയെന്ന് വ്യക്തമായി പറയുന്നേ ഇല്ല. ഇങ്ങനെ ഫത്വുൽ ബാരിയിലുള്ള ഒരു വാചകം ഫത്വുൽ ബാരിക്കാരന് തെറ്റുപറ്റിക്കൂടെ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരാൾ ഹദീസ് മനസ്സിലാക്കിയ തെറ്റിയാൽ ആ തെറ്റ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസിനെ ശരിക്കും മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക, നമ്മളത് ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ തഖ്വ നമ്മുടേതാണ്. നാം നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. പുളകിതരാം പൂമ്പാറ്റകളായി പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ. അറിയൂ ശരീക്കും നാദനേ അഖിലത്തിനും മദീപനേ, ആർക്കും സഹായം ചെയ്യുവാൻ പറ്റാത്ത നാളിൻ രക്ഷയ്ക്കായി. അറിയൂ ശരീക്കും നാദനേ അഖിലത്തിനും മദീപനേ, ആർക്കും സഹായം ചെയ്യുവാൻ. സുഖമോ സുഖമോ നിനക്ക് സുഖജീവിതത്തിൻ വഴി തേടി തേടി സ്വർണം വിളയുന്ന നാട്ടിൽ, സ്വപ്നം വിരിയുന്ന മണ്ണിൽ, സ്വർണം വിളയുന്ന നാട്ടിൽ, സ്വപ്നം വിരിയുന്ന മണ്ണിൽ. ചോര ചിന്താൻ പ്രേരണയേകാൻ വേദി തീർത്തവരെ നാട്ടിൽ, ചോദ്യമുണ്ടൊരു പാടു നിരത്താൻ വേദി നൽകിടണേ. ആരു തന്നു സമ്മതമിവിടൊരു സേന തീർത്തി. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത്. സൂക്തങ്ങൾ കൽബുള്ളിൽ ജീവനോടെത്തിച്ചതാരാണ്? ഖുർആനിൻ കുളിർക്കാറ്റ് ഇവിടമിലെത്തിച്ച കുതിരത്തിൻ കഥയോതി പാടാം ഞാൻ. യത്തീമിന്നത്താണി മന്ദിരമുണ്ടാക്കൽ തെറ്റാണെന്നോദിയ കാര്യം മറന്നെന്നോ, മദ്രസ കാര്യത്തിൽ മീമെന്നൊരക്ഷരം നരകത്തെ അറിയിക്കും വാക്കാണെന്നോദിയേ. ഖുർആനിൻ കുളിർക്കാറ്റ് ഇവിടമിലെത്തിച്ച കുതിരത്തിൻ കഥയോതി പാടാം ഞാൻ.